Kerala, Tamil Nadu. ऑपरेशन सिंदूर सिर्फ एक सैन्य कार्रवाई भर नहीं है, बल्कि भारत की राजनैतिक, सामाजिक और सामरिक इच्छा शक्ति का प्रतीक है। നമസ്കാരം. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞത് ജമ്മു കാശ്മീരിലെ ഉറി ഭീകരാക്രമണത്തിന് ശേഷമാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക് സിന്ധു നദീ ജല കരാർ നിർത്തലാക്കിയതിനു ശേഷം കേന്ദ്ര ജലവകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആ വാചകം ആവർത്തിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ സേന ഇതാ ഇപ്പോൾ ആവർത്തിച്ചു പറയുമ്പോഴും അർത്ഥം അത് തന്നെയാണ്. ഇന്ത്യ തിരിച്ചടിച്ചത് ഭീകരവാദത്തിനെതിരെയാണെന്ന് ആവർത്തിച്ചു പറയുകയായിരുന്നു 3 സേനകളുടെയും മേധാവിമാർ. പഹൽഗാമിൽ മാത്രമല്ല, നമ്മൾ പകരം വീട്ടിയത് കാണ്ഡഹാറിന് കൂടിയാണ്. തീവ്രവാദികളെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ഇന്ത്യയുടെ പ്രതിരോധം സാധാരണക്കാരെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടപ്പോഴാണ് സൈനിക കേന്ദ്രങ്ങളിലേക്കുള്ള തിരിച്ചടിയാക്കി രാജ്യം മാറ്റിയതെന്ന് DGMO കേണൽ രാജീവ് ഖായ് അടക്കം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു. തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകി വളർത്തുന്ന പാകിസ്ഥാൻ നിൽക്കക്കള്ളിയില്ലാതെ ആവശ്യപ്പെട്ട വെടിനിർത്തൽ മനസ്സുകൊണ്ടുള്ള അവരുടെ തിരുത്തലാണെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ. അതുകൊണ്ടാണ് അതിർത്തിയിൽ സൈനിക വിന്യാസം രാജ്യം അവസാനിപ്പിക്കാത്തതും. പക്ഷേ അപ്പോഴും ചോദ്യം ബാക്കിയാണ്. ഇതുകൊണ്ടൊക്കെ പഠിക്കുമോ പാകിസ്ഥാൻ? ചെല്ലും ചെലവും കൊടുത്ത് പാകിസ്ഥാൻ ഇപ്പോഴും തീറ്റിപ്പോറ്റുന്ന ഭീകര സംഘടനകളെ ആ രാജ്യം തള്ളിക്കളയുമോ? 2 ദിവസ നിശബ്ദതയ്ക്ക് ശേഷം അവരൊക്കെ ഉയർത്തെഴുന്നേറ്റാൽ വീണ്ടും ആവർത്തിക്കില്ലേ ദുരന്തങ്ങൾ? ഇന്ത്യ ഇതുവരെ എടുക്കാത്ത കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കണോ ശാശ്വത പരിഹാരത്തിന്? ഈ ചോദ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മറ്റു ചില ചോദ്യങ്ങൾ തുടങ്ങുന്നു. ഒറ്റക്കെട്ടായി രാജ്യം നിന്നു ഓപ്പറേഷൻ സിന്ദൂറിനൊപ്പം. ഇനി കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തിയെങ്കിൽ അതും പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം പറയുന്നത് വെടിനിർത്തലിന് ശേഷമാണ്. വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയും പഹൽഗാം തീവ്രവാദ ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നതിനോട് BJP എന്ത് നിലപാടെടുക്കും? തകർത്ത പാക് സൈനിക കേന്ദ്രങ്ങളുടെ പട്ടിക എണ്ണി പറയുന്ന BJP ഇതുവരെ പഹൽഗാം ഭീകരർ പിടിയിലാകാത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് തയ്യാറാക്കുന്നത്? പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെതിരെയുള്ള പ്രതിപക്ഷ ചോദ്യങ്ങൾക്കും കേന്ദ്ര സർക്കാരിന് BJPക്ക് മറുപടി ഉണ്ടാകും. പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേർന്നു മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ, പ്രതിരോധ വിദഗ്ധൻ, ഒപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ MS വേണുഗോപാൽ, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, നയതന്ത്ര വിദഗ്ധൻ PJ വിൻസെന്റ്, വിദേശകാര്യ നിരീക്ഷകൻ AM ഷിനാസ്, ഒപ്പം BJP നേതാവ് P ശ്യാംരാജും കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപിള്ളിയും. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ MS വേണുഗോപാൽ, കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു 3 സേനമാരുടെയും മേധാവിമാർ പറയുന്നത്. അതിനകത്ത് കൃത്യമായി പറയുന്നത് പാകിസ്ഥാനെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇന്ത്യക്കുള്ള വൈമുഖ്യം തന്നെയല്ലേ? ഈ വെടിനിർത്തൽ ഒരു നിൽക്കക്കളിയുമില്ലാതെ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടാണ്, ആവശ്യപ്പെട്ടതാണ്. അപ്പോഴും പരിപൂർണമായി ഭീകരവാദം അവസാനിപ്പിക്കുന്നു, പാകിസ്ഥാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് ഇന്ത്യ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അലർട്ടായിരിക്കും, അടിച്ചാൽ തിരിച്ചടിക്കും. അതുകൂടിയാണോ ഈ സേനാ മേധാവിമാർ വിശദീകരിക്കുന്നത്? ലോകത്തിന് മുന്നിൽ ഞങ്ങൾ എടുത്തത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ ആണ് എന്നുകൂടി ആവർത്തിച്ചു പറയുകയായിരുന്നു 3 പേരും. അല്പം ഖേദത്തോടെ പറയട്ടെ, നമ്മുടെ രാജ്യം എടുത്ത ധീരമായ നിലപാടുകൾ പാകിസ്ഥാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം പാകിസ്ഥാന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയതയുടെ ഒരു ഭാഗമാക്കിയാണ് പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള വിരോധം വെച്ചിരിക്കുന്നത്. ഇന്നു മുതലല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. 1947 മുതൽ പാകിസ്ഥാൻ്റെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയെ എതിർക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 30 വർഷമായി വളരെ ശക്തി പ്രാപിച്ചു വന്ന് ഇപ്പോൾ ഒരു തെമ്മാടി രാഷ്ട്രമായി അവർ അധപ്പതിച്ചിരിക്കുന്നു. തെമ്മാടി രാഷ്ട്രത്തിൽ നിന്ന് തെമ്മാടിത്തരമല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. അവർ മുൻപ് പാകിസ്ഥാൻ പൊളിറ്റീഷ്യനാവട്ടെ, പാകിസ്ഥാൻ ആർമി ആവട്ടെ, ISI ആവട്ടെ, ഇന്ത്യൻ വിരുദ്ധതയാണ് അവരുടെ ദേശീയതയെ കണ്ടതെങ്കിൽ ജനറൽ മുനീർ ഈ അടുത്ത കാലത്ത്
ഒരു പുതിയ ദേശീയത കൊണ്ടുവരുന്നു. അത് ഹിന്ദു മുസ്ലിം വിരുദ്ധ ദേശീയതയാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. ഇന്ന് വരെ പാകിസ്ഥാൻ എടുത്തിരുന്നത് ഇന്ത്യ വിരുദ്ധ ദേശീയതയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ടെററിസ്റ്റുകൾ സ്വീകരിച്ചിരുന്ന ഹിന്ദു വിരുദ്ധ ദേശീയത ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ ആർമി എടുത്തിരിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ നേരിട്ടത് ടെററിസത്തിനെയാണ്. അതായത് ഒരു ഡേർട്ടി ആർട്ട് ഓഫ് ടെററിസത്തിനെതിരെ എ ബ്യൂട്ടിഫുൾ ആർട്ട് ഓഫ് മിലിറ്ററി ഓപ്പറേഷനാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ആർമി ചീഫ്മാർ ഇപ്പോൾ നമ്മുടെ 3 വിഭാഗത്തിൻ്റെയും ചീഫ്മാർ ഇപ്പോൾ പറഞ്ഞത് അതുതന്നെയാണ്. വളരെ മനോഹരമായി ഒരു 3 ദിവസം തികച്ചില്ല, 2.5 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2.5 ദിവസം കൊണ്ട് ഒരു ടെററിസ്റ്റ് രാഷ്ട്രത്തെ എങ്ങനെ നമ്മൾ വിരട്ടി കയ്യിൽ നിർത്തി ഒതുക്കി നിർത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒതുക്കി നിർത്തിയത് കൊണ്ട് അവർ ഒതുങ്ങില്ല. അവരുടെ രീതി അങ്ങനെയാണ്. ആ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ 3 സിദ്ധാന്തങ്ങൾ: ഒന്ന് നുണ, മറ്റൊന്ന് ചതി, മൂന്നാമത് ഒറ്റിക്കൊടുക്കൽ. ഇത് 3ഉമാണ് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് 10-30 വർഷമായിട്ട് അവർ സ്വീകരിച്ചിരുന്ന ലൈൻ. അതിൽ പെട്ടെന്നൊരു മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഖേദകരമായ ഒരു സത്യം. പിന്നെ എന്തുകൊണ്ട് അവർ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു വെടിനിർത്തലിന് വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവിയും ചേർന്ന് അവരെ വളഞ്ഞിട്ട് അവരുടെ അതിർത്തിയിൽ പ്രവേശിക്കാതെ അവർക്ക് നൽകിയ പ്രഹരമാണ്. പ്രഹരമെന്ന് പറഞ്ഞാൽ വെറും പ്രഹരമല്ല, ഇനി തിരിച്ചടിക്ക് മുതരാൻ ഇപ്പോൾ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രഹരമാണ് നമ്മൾ നൽകിയത്. പക്ഷേ ശ്രീ എം എസ് വേണുഗോപാൽ, ഈ ഇൻഡസ് ട്രീറ്റി നിർത്തലാക്കിയ സമയത്ത് വെള്ളത്തിന് പകരം രക്തമൊഴുക്കും ഇന്ത്യക്കാരുടെ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുണ്ട്. ഭീകര സംഘടനകളായിട്ട് അഫിലിയേഷൻ ഉള്ളവരുണ്ട്. അവരൊക്കെ ഇപ്പോഴും പാകിസ്ഥാനകത്തുണ്ട്. നമ്മൾ വെടിനിർത്തൽ ആണ് നടപ്പാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റൊരു മറ്റൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് ഇനി ഇന്ത്യ പോകുന്നില്ല. ഇന്ത്യക്ക് അത് കഴിയുകയില്ല എന്നുകൂടി വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും 1-2 ദിവസം കഴിയുമ്പോൾ ഈ വിഷയവും കൂടി തർക്ക വിഷയമായി ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു മുഖവും നാടകങ്ങളൊക്കെ ആയിരിക്കുമോ പാകിസ്ഥാൻ കാണിക്കുക? പാകിസ്ഥാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നാടകങ്ങൾ കാണിക്കും. കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയാറ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളും ചില അഴിമതിക്കാരും തമ്മിലൊക്കെയുള്ള ചില അശുദ്ധ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ അത് നേരെ തിരിച്ചാണ്. പാകിസ്ഥാൻ പൊളിറ്റിക്സും പാകിസ്ഥാൻ ആർമിയും പൂർണ്ണമായും ടെററിസവും അഴിമതിയും കൂടി ചലർന്ന ഒരു പൊളിറ്റിക്സാണ് കളിക്കുന്നത്. പാകിസ്ഥാൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, പാകിസ്ഥാനിലെ ആർമിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും കളിക്കുകയാണ്. ഇപ്പോൾ അത് ടെററിസവും കൂടെ അതിനകത്ത് ചേർന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ടെററിസം ഇപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ മുദ്രാവാക്യമാക്കി തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ജനറൽ അസീം മുനീർ എന്നൊരാൾ ഒരു ജിഹാദി സ്റ്റൈലിലുള്ള ഒരു മുദ്രാവാക്യം, അതായത് ഹിന്ദു മുസ്ലിം വിരുദ്ധ എന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനവർ മെയിൻ ഫിഗറായിട്ട് കണ്ടിരിക്കുന്നത്, മെയിൻ ഫോക്കസായിട്ട് കണ്ടിരിക്കുന്നത് കാശ്മീരിനെയാണ്. അപ്പോൾ കാശ്മീരിൻ്റെ പ്രശ്നം, ഈ പഹൽഗാമിൻ്റെ ആക്രമണത്തിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ അവർ കണ്ട മർമ്മം എന്ന് പറയുന്നത് കാശ്മീർ വിഷയം ലോകത്തെ വിഷയമാക്കി കൊണ്ടുവരിക, കാശ്മീരിനെ ഇന്നുള്ള സമാധാനം തകർത്തുകൊണ്ട് കാശ്മീരിൽ ഇന്ന് ഇന്ത്യയുമായി ചേർന്ന് പോകാൻ കാശ്മീർ ജനത എടുത്തിരിക്കുന്ന സന്നദ്ധതയെ പൊളിക്കുക. മൂന്നാമത്തേത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന സമാധാന അന്തരീക്ഷം, ഇന്ത്യയുടെ ഒരു പ്രോഗ്രസ് അത് നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ കാശ്മീരുമായിട്ട് വരുമ്പോൾ മറ്റു ചില വിഷയങ്ങൾ വരുന്നത്, ഈ കാശ്മീർ വിഷയത്തിൽ ഒരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യ, ട്രംപ് ഇങ്ങനെ ഒരു അവകാശവാദം തന്നെ, മീഡിയേഷൻ നടത്തിയ അവകാശവാദം തന്നെ ട്രംപ് ഉന്നയിച്ചതൊക്കെ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലൊക്കെ ചർച്ചയാകുകയും പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. കശ്മീർ വിഷയത്തിനകത്ത് ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യാമെന്ന് ട്രംപ് പറയുന്നു. അത് ഇന്ത്യയുടെ ഒരു പൊസിഷൻ അത് സ്ട്രെങ്തൻ ചെയ്യുകയാണോ, അത് വീക്കൻ ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്? അതിലൊരു ആശയക്കുഴപ്പം ഇതിനുശേഷം അങ്ങനെ ഒരു തലം കൂടി ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ടോ? ട്രംപിനെ നമുക്ക് എല്ലാ കാലത്തും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അപ്പോൾ പ്രധാനമായി തോന്നുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ്. അത് അദ്ദേഹം എല്ലാ കാലത്തും തുറന്നിട്ടുണ്ട്. അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ അധികാരത്തിൽ കയറി
ഒരാഴ്ചക്കകം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കും, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, അങ്ങനെ ലോകത്തിൻ്റെ സമാധാന രക്ഷകനായി വരുമെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ഇത് എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ലോകമെന്ന് അതിശയിച്ചു പോയി. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിലേക്കുള്ള ഒരു ശ്രമങ്ങൾക്ക് പോലും അദ്ദേഹം നീങ്ങിയില്ല എന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ അരിഷ്ടത്വവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു സ്നേഹക്കുറവും വരുത്തുന്ന രീതിയിലുള്ള ഒരു ടാരിഫ് നയം പോലുമാണ് അദ്ദേഹം കൊണ്ടത്. അപ്പോൾ ഇന്ത്യ പഠിച്ച മറ്റൊരു പാഠവും കൂടെയാണ്, നമുക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത് ഇന്ത്യ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്, നമ്മുടെ നേതൃത്വം. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തമായി, നമ്മൾ മാത്രമല്ല ലോകത്ത് ആരും സഹായമായി ഉണ്ടാവില്ല എന്നുള്ളതാണ്. വിൽക്കാൻ കുറേ ആയുധങ്ങളുമായിട്ട് ചിലർ വരാം. ഇപ്പം നമ്മൾ നാറ്റോയുടെ പൂർണ്ണ സപ്പോർട്ട് യുക്രൈൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്ത് സപ്പോർട്ടാണ് ഉണ്ടായത്? കുറച്ച് ആയുധങ്ങൾ നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ആ രാഷ്ട്രത്തിൻ്റെ ജനതയെ കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ രാഷ്ട്രത്തിൻ്റെ ജനതയെ, ആ രാഷ്ട്രത്തിൻ്റെ വികസനത്തെ, ആ രാഷ്ട്രത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കാൻ മാത്രമേ ഈ യുദ്ധം കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഇതുതന്നെയാണ് ഏത് യുദ്ധമെടുത്താലും ലോകക്രമം മാറിയിരിക്കുന്നു. പണ്ട് റഷ്യ വന്ന് നമ്മളെ സഹായിച്ചു എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് ആരും ആരെയും സഹായിക്കില്ല. അതാണ് ആത്മനിർഭർ ഭാരതാണ് വേണ്ടത് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ആയുധങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ, നമ്മുടെ സാമ്പത്തിക സുരക്ഷ നമ്മൾ സൃഷ്ടിച്ചില്ലെങ്കിൽ, നമ്മുടെ ആഭ്യന്തരമായ ഐക്യം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ, നമ്മൾ മറ്റാരെയും അതിന് പ്രതീക്ഷിക്കേണ്ട. ലോകം അങ്ങനെ ഒരു ക്രമത്തിലാണ് പോകുന്നത്. എനിക്ക് എൻ്റെ കാര്യമെന്ന സ്വാർത്ഥ ചിന്തയിലാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് UN പോലും തകർന്നില്ലേ? UN എന്താ നടക്കുന്നത്? അത് നമ്മൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. ഇപ്പോൾ മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്പ്യാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. മേജർ, 3 സേനാ മേധാവിമാരുടെയും ബ്രീഫിംഗ് കാണുകയായിരുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്ത് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ആണ് ലക്ഷ്യമിട്ടത്, അത് നേടി എന്നുകൂടിയാണോ ആ ബ്രീഫിങ്ങിൽ വ്യക്തമാക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു അതിർത്തി കടന്നുള്ള ഒരു ടെററിസത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ ഒരു സൈനിക നിലപാട്, അത് ഓപ്പറേഷൻ സിന്ദൂർ റീഡിഫൈൻ ചെയ്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആണെങ്കിൽ തന്നെ ഇപ്പോൾ അത് ഇനിയുള്ള കാലത്തേക്ക് പാകിസ്ഥാന്റെ നിലപാട് ഏത് തരത്തിലായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് സസ്റ്റൈനബിൾ ആണോ? യെസ്, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ നമുക്ക് ക്ലിയർ ആയിരുന്നു. അവർ ബ്രീഫിംഗ് അത് കഴിഞ്ഞ് ബ്രീഫിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നു ടെറർ ക്യാമ്പിനെ ഡിസ്ട്രോയ് ചെയ്യാൻ. അത് മാത്രം നമ്മുടെ ആ സമയത്ത് ഒബ്ജക്റ്റീവ് ആയിരുന്നു. അത് പറഞ്ഞിട്ട് 23 ടെറർ സൈറ്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിൽ 9 ടെററിസ്റ്റ് ക്യാമ്പിനെ നമ്മൾ അറ്റാക്ക് ചെയ്തു. എന്തിനാണ് 9 അറ്റാക്ക് ചെയ്ത്? ബിക്കോസ് നമ്മൾ ഒബ്ജക്റ്റീവില് പ്യൂണിറ്റീവ് റീറ്റാലിയേഷൻ, പ്യൂണിറ്റീവ് പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് ആർക്ക്? ടെറർ ക്യാമ്പ്സ്, ടെററിസ്റ്റ് വർ സപ്പോർട്ടഡ് ബൈ പാകിസ്ഥാൻ ആൻഡ് സൈമിൾട്ടേനിയസ്ലി പാകിസ്ഥാൻ. അതായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റ് ദാറ്റ് സ്റ്റേജ്. അത് ഒബ്ജക്റ്റീവ് തീർന്നപ്പോൾ it was expected that Pakistan adinte marvadil they will accept or they will kind of respond as a peaceful nation. Inni nammal idine munnottu kondu ponilla and we would like to talk and also bring down the terror network. Other expected response ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ വിചാരത്തിൽ ഇത് തുടങ്ങിയത്. പക്ഷെ അത് ചെയ്യാതെ, ബിക്കോസ് പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റ് തന്നെ വേറെയാണ്, they have gone ahead and retaliated with its own firing and escalated it to a different level. That escalation കാരണം നമ്മുടെ ഒറിജിനൽ ഒബ്ജക്റ്റീവ് തന്നെ മാറിപ്പോയി. From that original objective of destroying certain terrorist camps and getting Pakistan to come on the table to talk and remove the rest of the terrorist network, the objective thereafter എന്ത് ചെയ്ത്, we to escalate it to a level to give more punitive punishment to Pakistan so that our escalation can be stopped. അങ്ങനെയാണ് we retaliated, and the first thing we did was strike a military target. So a military target we had taken away HQ-9 Chinese, one of the most advanced air defense system. adine nammal adichu. That was a big blow to Pakistan. Adu cheyidappo Pakistan thereafter they have tried to bring in swarms of drones and missiles to attack India. Adu nammal ellam kandittundu.
അവരുടെ objective obviously was to cause severe casualty to Indian civilian population alongside military population. അതായിരുന്നു അവരുടെ എയിം. അത് പ്ലാൻ ചെയ്തിട്ട് they were expecting that അവർ acquire ചെയ്ത ചൈനീസ് മിസൈൽസും ചൈനീസ് എയർക്രാഫ്റ്റ്സും the other missiles and aircrafts including from Turkey, അത് ഉപയോഗിച്ചിട്ട് അവർ വിചാരിച്ചു they can really cause big damage to the Indian military and Indian civilian population. പക്ഷെ അത് നമ്മൾ നടക്കാൻ സമ്മതിച്ചില്ല, എല്ലാം തകർപ്പിച്ചു. We have successfully defeated Pakistan's designs to hit India badly. അത് തീർന്ന കാരണം they were again trying more and more attempt. Everything in the next 3 days we have seen how successfully India has prevented any attack from happening. പക്ഷെ അതിന്റെ മറുപടിയിൽ we have now shown what India's will is. So ഇതിൽ objective ആയിട്ടില്ല. We are only showing what India will. Small part of our combat power is what we are displayed. We have gone in 12 important air bases of Pakistan. അതിൽ 7 to 8 air bases clear eye damage നടന്നിട്ടുണ്ട്, wherein the aircraft cannot take off. If the aircraft cannot take off, they cannot fight. They cannot fight a battle. ആ സ്ഥിതിയിലായിരുന്നു. They would have taken anything between 7 to 30 days to repair the aircraft and make it airfields and make it functional. ഒരു കൺട്രിക്ക് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരുടെ മിലിറ്ററി എയർക്രാഫ്റ്റ് they cannot find a conventional. പ്ലസ് കറാച്ചിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്തു, അതിന്റെ we have destroyed. So our damages കാരണം including in the mainland, even closer to Rawalpindi, നമ്മുടെ മിസൈൽസും and guided missiles pigeons പോയി വീണപ്പോ they understood that India's capability is far beyond that what they expected. Both നമ്മുടെ defensive capability, നമ്മുടെ stand of attack capability, missile arsenal capability, അതാണ്. This is not really a full-fledged war. This is stand of attack. It's a new paradigm of war. ഇങ്ങനത്തെ വാർ ഇതുവരെ ഇന്ത്യ ഫൈറ്റ് ചെയ്തിട്ടില്ല. വേർ യു ആർ ഡൂയിങ് സ്റ്റാൻഡ് ഫസ്റ്റ് ടൈം. മേജർ, അപ്പോഴും നമ്മൾ പാകിസ്ഥാൻ ഇതുകൊണ്ട് നിർത്തും എന്ന് കരുതുന്നില്ല സേന, അല്ലേ? കാരണം സീസ് ഫയർ എഗ്രിമെന്റ് ഉണ്ടാകുന്നു, മണിക്കൂറുകൾക്ക് ശേഷം അതിൽ വയലേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിലൊക്കെ ഇനി ഏത് തരത്തിലുള്ള മിലിറ്ററി മെഷേഴ്സ് ആയിരിക്കും എടുക്കുക? എന്തിനായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ DGMO, നമ്മുടെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ്, ഹു റെപ്രസെന്റ്സ് ദി ആർമി ഓപ്പറേഷൻസ്, നമ്മളെ ഡയറക്ടർ ജനറൽ നമ്മുടെ എയർഫോഴ്സ് DG എയർ ഓപ്പറേഷൻസ് ആൻഡ് DG നേവൽ ഓപ്പറേഷൻസ്, വി ഹാവ് ഹേർഡ് ദം ഓൾ ത്രീ. അവർ പറയുന്നത് ഈസ് വെരി ക്ലിയർ. നമ്മുടെ സൈഡിൽ നിന്ന് വി ഹാഡ് അച്ചീവ്ഡ് സർട്ടൻ ഒബ്ജക്റ്റീവ് ദാറ്റ് വാസ് അച്ചീവ്ഡ് ഇൻ ദ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഓപ്പറേഷൻ സിന്ധു. അത് കഴിഞ്ഞിട്ട് എസ്കലേറ്ററി ലാഡറിൽ വി ഹാവ് ക്രിയേറ്റഡ് പ്യൂണിറ്റീവ് ഡാമേജ് ഓൺ പാകിസ്ഥാൻ. എയിം വാസ് ടു ടീച്ച് പാകിസ്ഥാൻ എ ലെസൺ. Therefore, after that, Pakistan offer ചെയ്തിട്ടാണ് നമ്മൾ ceasefire or temporary halt of firing accept ചെയ്തത്. A temporary halt was to be reviewed on the 12th at 1200 hours. അതിന്റെ മുമ്പേ in the night, Pakistan has obviously done certain ceasefire violations. അതിന്റെ റീസൺ ആർക്കും ഇതുവരെ അറിയില്ല. The DGMO himself briefed. ആ പാകിസ്ഥാനെ അറിയുള്ളൂ. Despite DGMO Pakistan calling, അവർ എന്തിനാണ് അതിനെ വയലേറ്റ് ചെയ്ത് അവർ DGMO അല്ല, ആ ഒരു കോണ്ടെക്സ്റ്റ് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രേറ്റീവ് കരാർ അടക്കം റദ്ദാക്കിയ ആ ഒരു നയതന്ത്ര നിലപാടുകളുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ തുടരണം ഇന്ത്യ. അങ്ങനെയാണ് താങ്കളും കരുതുന്നത്, അല്ലേ? നമ്മളിപ്പോൾ ഈ ഫോഴ്സുകൾ തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ചെങ്കിലും നമുക്കൊരു പഴയ പോലുള്ള ഒരു സൗഹൃദത്തിലേക്ക് പാകിസ്ഥാനുമായിട്ട് പോകാൻ കഴിയില്ല. അത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു നിലപാടിലേക്ക് ഇന്ത്യ പോകാത്തതാണ് ശരി എന്ന് കൂടി കരുതപ്പെടുന്നുണ്ടോ? ഇല്ല, ബിക്കോസ് പാകിസ്ഥാൻ ഈ അവര് ഇത് നിർത്തുവോ, വിൽ ദേ കണ്ടിന്യൂ ടു സീസ് ഫയർ, വി ഡോണ്ട് നോ. പാകിസ്ഥാന്റെ എന്റെ റിയാക്ഷൻ ഇന്ന് രാത്രി നമ്മൾ നോക്കണം. 3 days ബാക്ക് ഞാൻ മാതൃഭൂമിയിൽ സംസാരിച്ചു, ന്യൂസ് 18 സംസാരിച്ചു. അപ്പോ പറഞ്ഞു മിനിമം 48 hours വി ഹാവ് ടു ഒബ്സർവ് പാകിസ്ഥാൻ. ഇപ്പൊ ഇതുവരെ 48 hours ആയിട്ടില്ല. യെസ്റ്റർഡേ ദേ ഹാവ് വയലേറ്റഡ് സീസ് ഫയർ. ഇന്നും നോക്കണം, നാളെയും നോക്കണം. ഇത് 2 ദിവസം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ വെദർ പാകിസ്ഥാൻ സീസ് ഫയർ ഇസ് ഹോൾഡിംഗ് ടു സം എക്സ്റ്റെന്റ്. അപ്പോ ബട്ട് it is clear that നമ്മൾ മിലിറ്ററി ഓപ്പറേഷൻസിനെ വിഡ്രോ ചെയ്തിട്ടില്ല, നമ്മൾ മിലിറ്ററി ഓപ്പറേഷനെ നിർത്തിയിട്ടില്ല. വി ആർ പ്രിപ്പയർഡ് ആൻഡ് വി ആർ റെഡി വിത്ത് അവർ ആർസനൽ, വി ആർ റെഡി വിത്ത് അവർ മിലിറ്ററി ഫോർ എനി റെസ്പോൺസ്. ആൻഡ് DGMO has very clearly said, ഈ സീസ് ഫയർ പറഞ്ഞിട്ട് നമ്മൾ മിലിറ്ററി വിഡ്രോ ചെയ്തു ഓർ നമ്മുടെ പ്രിപ്പറേഷൻ നടക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. വി ആർ പ്രിപ്പയർഡ് ടു further take military action on Pakistan. If required, good escalate to next level depending on how Pakistan exposed. Yes, single question question ശരിയാണ്.
ഇത് നിർത്തി കഴിഞ്ഞാൽ what happens? Assuming that Pakistan sticks to ceasefire and ceasefire കുറച്ച് നിൽക്കുന്നുണ്ട് and it goes from ceasefire to a complete cessation of hostilities. അങ്ങനെ നടക്കുകയാണെങ്കിൽ what will be our option? Definitely നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഡിപ്ലോമാറ്റിക് ആക്ഷൻ ഇരിക്കുന്നുണ്ട് to make Pakistan respond to our demand of hitting out at terrorism. സാർ, ഞാൻ അതിനകത്ത് ഒരു ചോദ്യം കൂടെ ഞാൻ ഇതിനൊപ്പം ചോദിച്ചു പോകുന്നത്, നമ്മൾ നടത്തിയ ശക്തമായിട്ടുള്ള ആക്രമണം, നമ്മുടെ പ്രതിരോധം ഒക്കെ പറയുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷനൊക്കെ നടത്തിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പ്രതിരോധിച്ചെങ്കിൽ പോലും, പക്ഷേ ഇതിൽ നിന്ന് ഇന്ത്യയുടെ സൈന്യത്തിന് പഠിക്കാൻ കൂടെ എന്തെങ്കിലും ലെസൺസ് ഉണ്ടോ ഭാവിയിലേക്ക്? Oh, yes, very good question, Aparna. ഇതിൽ പഠിക്കാൻ ഒരുപാടുണ്ട്. This is the first time in the history of India's warfare നമ്മളൊരു സ്റ്റാൻഡ് ഓഫ് മിസൈൽ ഡോമിനേറ്റഡ് ഒരു ഓപ്പറേഷൻ നടത്തിയത്. neither of the military has crossed. പാകിസ്ഥാൻ ആർമിയുടെ കുറച്ച് പേര് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് LOC-ല്. പക്ഷെ ഒരു നോ മേജർ offensive across either air offensive or land offensive have been carried out. അപ്പോൾ this is a big lesson for India. And in that, India is clear stand advantage, clear victorious. Why? The lesson learned is that നമ്മുടെ innovative approach, നമ്മുടെ ഒരു technological advantage, plus technology ഇല്ലാത്തവിടെ. I'll give an example. So Pakistan was sending swarm drones like anything. പക്ഷെ അതിനെ എല്ലാ ഡ്രോണിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും we don't have electronic means. We don't have equal amount of drone destruction capability. അപ്പോൾ നമ്മുടെ AD അതിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൺവെൻഷണൽ വെപ്പൻ ഉപയോഗിച്ചിട്ട്, ദാറ്റ് ഇസ് ഷിൽക്ക, സൂ, ദീസ് ടു വെപ്പൺ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് ദേ ഹാവ് ഫിസിക്കലി ഹിറ്റ് ഔട്ട് അറ്റ് ദീസ് ഡ്രോൺസ്. ഇതുവരെ ലോകത്തിൽ നടന്നിട്ടേ ഇല്ല. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ലെസൺ ലേൺ ആൻഡ് എ ബ്യൂട്ടിഫുൾ ഇന്നോവേറ്റീവ് അച്ചീവ്മെന്റ് വിച്ച് ഇന്ത്യൻ ആർമി ഹാസ് ഡിസ്പ്ലേഡ്. അത് കാരണമാണ് പാകിസ്ഥാന് കുറെ ഡ്രോൺസ് നമ്മൾ വീഴ്ത്തിറക്കുന്നത്. സോ ദിസ് ഈസ് ദി അച്ചീവ്മെന്റ് ലെസൺ ഓൺ ദ പോസിറ്റീവ് സൈഡ്. ഓൺ ദ ലേണിംഗ് സൈഡ് നമുക്കുണ്ട് that we have to be definitely prepared with our drone industry becoming much stronger. India's drone industry currently still an emerging industry. It was dependent on foreign parts, it was dependent on Chinese parts for its survival. സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തെ തിരിച്ചെത്താൻ എന്ന് വിചാരിക്കുന്നു. രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വസന്തും ശ്യാംരാജും ഉണ്ട്. അവരിലേക്ക് ചെന്നതിന് മുമ്പ് കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാതെ രാഹുൽ, ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് പാകിസ്ഥാനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല ഇന്ത്യ. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാനെ ഈ സീസ് ഫയർ വയലേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്ന് മേജർ ഇന്ദ്രപാൽ സാർ തന്നെ പറയുന്നുണ്ട്. കശ്മീരി വിഘടനവാദികളുമായിട്ടുള്ള ഒരു ബന്ധവുമൊക്കെ ഈ ഒറ്റയടിക്ക് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു, അതിലേക്ക് കടക്കുന്നു. പക്ഷേ ആ രാജ്യത്തിനകത്തുള്ള ആ ഭീകരവാദികൾ, ആ സംഘടനാ നേതാക്കളെയൊക്കെ ഒറ്റയടിക്ക് തള്ളിക്കളയാനൊന്നും പാകിസ്ഥാന് കഴിയില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതൊക്കെ പൊങ്ങി വീണ്ടും വരാം. അത് ഇന്ത്യ ഭയക്കുന്നുണ്ട്. ഇതുവരെ കണ്ട ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരല്പം ബെറ്ററായ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമായിരിക്കില്ല ഇനി അങ്ങോട്ട്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞ. 2-3 കാര്യങ്ങളുണ്ട്. ഈ സ്റ്റാൻഡ് ഓഫിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമുക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്. അങ്ങനെ പറയുമ്പോഴും 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മുമ്പൊരവസരത്തിൽ പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യം ഒരുമിച്ച് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മുടെ എല്ലാം ധാരണ ഇൻഡസ് ട്രീറ്റി ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ കെപ്റ്റ് ഇൻ അബേയൻസ് എന്നാണ്. അതായത് യഥാർത്ഥത്തിൽ ഇൻഡസ് ട്രീറ്റി നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ 12 പ്രകാരമുള്ള എഗ്രിമെന്റ്സിൽ ഒന്നെങ്കിൽ സസ്പെൻഷനോ ടെർമിനേഷനോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കെപ്റ്റ് ഇൻ അബേയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിയന്ന കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ട്രീറ്റീസിലൊന്നും ഇല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് ഇന്ത്യ വളരെ പ്രയോഗിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ പുറത്തൊരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പാകിസ്ഥാന് കൂടുതൽ തിരിച്ചടികൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് നൽകാൻ കഴിയും. നമ്മൾ എന്നും ഓർക്കേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ പവറാണ്. അപ്പൊ ആ നമ്മളെ പോലെ റെസ്പോൺസിബിൾ ആയ ഒരു പവർ അല്ല, റെസ്പോൺസിബിൾ ആയ ഒരു പവറാണ്. അതുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും ഒരുപാട് ചെറിയ അർത്ഥത്തിൽ ഒരു ക്ഷീണം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. ഡൊണാൾഡ് ട്രംപ്
ഇറാറ്റിക് ആണ്. ഡൊണാൾഡ് ട്രംപ് പല കാര്യങ്ങൾക്കും എടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളെ പല ആൾക്കാരും സീരിയസ് ആയിട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് എഴുതിയതിനെ ഒരു പരിധിക്കപ്പുറം ലോകത്തിൽ അമേരിക്കക്കാർ പോലും സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനിയും നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഇന്ത്യ വിജയിച്ചു നിൽക്കുകയാണ്, പോസിറ്റീവാണ്, നമ്മൾ ഒരുമിച്ചു, സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നമ്മുടെ വിക്രം മിശ്രിയും അടക്കം നമ്മളെല്ലാം ഒരുമിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. ഇന്ത്യക്കാണ് മേൽക്കൈ. ഈ അവസരത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, തീർച്ചയായും തീവ്രവാദികളെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും കഴിയണം. കാശ്മീരികളെ കൂടെ നിർത്താനും നമുക്ക് കഴിയണം. കാശ്മീർ ഹമാരാഹെ എന്ന് പറഞ്ഞാൽ പോരാ, കാശ്മീരി ബി ഹമാരാഹെ എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ ചാനലുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇന്ത്യക്ക് കാശ്മീരിൽ ചരിത്രപരമായി പറ്റിയ തെറ്റാണ് 1987 ഇലക്ഷൻ. ഇത് ശ്രീ ശശി തരൂറിനെ പോലെ കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും സ്വപൻ ദാസ് ഗുപ്തയും അടക്കമുള്ളവർ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. 1987 കാശ്മീരിലെ ഇലക്ഷൻ അന്നത്തെ നമ്മുടെ ഗവൺമെന്റ് അട്ടിമറിച്ചതാണ്. ഇന്ന് മിലിറ്റൻസ് ആയി മാറിയ പലരും അന്ന് ജനാധിപത്യത്തിന്റെ പതാകവാഹകരായി നിന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്കും ചരിത്രത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റുകളെ ഉൾക്കൊണ്ട് സാധാരണ കാശ്മീരികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ കാശ്മീർ, അതായത് പാക് ഒക്കുപൈഡ് കാശ്മീർ അല്ല, ഇന്ത്യൻ കാശ്മീരിൽ നിൽക്കുന്ന നമ്മുടെ ആൾക്കാരെ ചേർത്ത് നിർത്താനും വൈബ്രന്റ് ഡെമോക്രസി കൊണ്ടുവരാനും, അവർ തീവ്രവാദികൾക്കെതിരെയുള്ള ഏറ്റവും നല്ല മൊമെന്റ് ആണിത്. കാശ്മീരികൾ തീവ്രവാദികൾക്കെതിരാണ്. അത് ഇന്ത്യ പരമാവധി ഇന്ത്യക്ക് അനുകൂലമാണ്. രാഹുൽ ആ പറഞ്ഞ വിഷയമുള്ളത് കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇത് നമ്മൾ വെടിനിർത്തലും കഴിഞ്ഞ ശേഷം പ്രതിപക്ഷം കോൺഗ്രസ് സർവകക്ഷി യോഗം വിളിക്കുക, പാർലമെന്ററി ഡിസ്കഷനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വെടിനിർത്തലിന് തൊട്ട് മുമ്പ് വരെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ 4 ദിവസം നീണ്ടു നിന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. സീസ് ഫയർ വയലേഷൻ ഉണ്ട്. ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, കശ്മീർ, ജമ്മു, ഇതൊക്കെ മറ്റൊരു അഭിപ്രായ പ്രകടനങ്ങളിലേക്കൊക്കെ ഇനി വരും സമയങ്ങളിൽ ആഭ്യന്തര രാഷ്ട്രീയമാണ് ഒരു പക്ഷേ ഇനിയായിരിക്കും ചോദ്യങ്ങൾ ഉയരാൻ പോകുന്നത്. അതിനുള്ളൊരു സാധ്യതയുണ്ടെന്ന് രാഹുൽ കണക്കാക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, ഇതുവരെ നമ്മൾ എല്ലാം മോദിജിക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു. മോദിജിയാണ്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരോ, ഇന്നലെ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇന്ദിരാഗാന്ധി, ഇന്ന് മോദിജി ആണെങ്കിൽ മോദിജി, നാളെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി. നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും പുറകിൽ അണിനിരക്കുകയായിരുന്നു. ഇനി അപർണയുടെ ഇൻട്രൊഡക്ഷൻ ഗംഭീരമായിരുന്നു. ഇനിയും ഏതൊരു രാജ്യസ്നേഹിയും ചോദിക്കേണ്ട 3-4 ചോദ്യങ്ങളുണ്ട്. 200 കിലോമീറ്ററോളം ഉള്ളിൽ ഈ തീവ്രവാദികൾക്ക് എങ്ങനെ വന്ന് കൊല്ലാൻ കഴിഞ്ഞു? ആ തീവ്രവാദികൾ എവിടെ? അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1,80,000-ഓളം സൈനികരെ റിക്രൂട്ട് ചെയ്തില്ല എന്ന് മുമ്പത്തെ മേജർ ജനറൽ ബക്ഷി അടക്കമുള്ളവർ പറയുന്നത് സത്യമാണോ? നമ്മുടെ സെക്യൂരിറ്റി അപ്പാരറ്റസിനും ഇന്റലിജൻസ് ഫെയിലിയറും ഉണ്ടായതല്ലേ? അതിന് ഉത്തരവാദികൾ വേണ്ടേ? അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഒരു കാര്യം കൂടെ പറഞ്ഞ ശ്രദ്ധിച്ചു കാണും, വിക്രം മിശ്രിയെ പോലും ട്രോൾ ചെയ്ത്, അതായത് നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് ട്വിറ്റർ പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തന്നെ, ഞാനൊരു വലതുപക്ഷക്കാരനാണ്, പക്ഷെ തീവ്ര വലതുപക്ഷക്കാർ അദ്ദേഹത്തെയും മകളെയും ഒക്കെ ട്രോളി അദ്ദേഹം ട്വിറ്റർ പൂട്ടേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകും? ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്താനും നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പാകിസ്ഥാന് മേലുള്ള ഈ വിജയം പോസിറ്റീവ്ലി ആഘോഷിക്കാനും ലോകതലത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാനും കഴിയുന്ന വളരെ ന്യൂവാൻസ്ഡ് ആയ ഒരു ഡിബേറ്റ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വെൽക്കമിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും അക്കൗണ്ടബിലിറ്റി വേണം, അൺകംഫർട്ടബിൾ ആയ ചോദ്യങ്ങൾ വേണം. ശ്രീ ശശി തരൂർ ഒക്കെ എല്ലാവർക്കും വേണ്ടി നിലപാടെടുത്തു. ഇപ്പം നമ്മൾ ചോദിക്കരുതൊന്നും, ചോദിക്കാൻ ഒരു അവസരം വരും. ആ അവസരം വന്നിരിക്കുകയാണ്. ആരുടെ തെറ്റാണ്, ആരുടെ അക്കൗണ്ടബിലിറ്റിയാണ്, ആ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തണം. അതിന് BJP-യും കോൺഗ്രസും ഒന്നുമല്ല. നമ്മുടെ 27 പേരാണ് മരിച്ചത്, അല്ലെങ്കിൽ ഒരു നേപ്പാളി, ബാക്കി 26 ഇന്ത്യക്കാരും മരിച്ചു. അപ്പൊ അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? ആ തീവ്രവാദികളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരം അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഉണ്ടാകും. അതിന്റെ പേര് ഡിബേറ്റ് ഉണ്ടാകണം. ആ സംവാദങ്ങളിൽ ശക്തമായ ചോദ്യങ്ങൾ പ്രധാനമന്ത്രി മോദിജി രാഹുൽ ആ ചോദ്യത്തിൽ തുടക്കമിട്ടത് നന്നായി. ഞാൻ വസന്തിലേക്ക് പോകുന്നതിന് മുമ്പ് BJP നേതാവ് P. ശ്യാമരാജിലേക്ക് പോകുന്നത്, കാരണം കോൺഗ്രസിന് ഇനി ഒരുപാട് ഇതിലേറെ ചോദിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ചില ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ഇപ്പോൾ 3 സേനാ മേധാവിമാരോട് ചോദിച്ചപ്പോൾ റഫാൽ തകർന്നോ എന്ന ചോദ്യമുണ്ടായി. ഇപ്പോൾ പ്രതികരണമില്ല എന്ന് അവർ പറയുന്നു. യുദ്ധമാണ്, നഷ്ടങ്ങൾ സ്വാഭാവികമാണ്, സേന എടുക്കുന്ന നിലപാട് അതാണ്, സേനയുടെ ഉത്തരം അതാണ് കൊടുക്കേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം, BJP-യെ സംബന്ധിച്ചോളം ഇതേ ചോദ്യം ഇനി പ്രതിപക്ഷവും കോൺഗ്രസും ചോദിക്കുമ്പോൾ ആ പ്രതികരണമില്ല എന്ന് ഉത്തരം പറയാൻ കഴിയില്ല. സീസ് ഫയർ വയലേഷൻ ഉണ്ടായതിന് കാരണം, 4 ദിവസത്തെ കോൺഫ്ലിക്റ്റിന് കാരണം, പെഹൽഗാമിലെ ഭീകരർ പിടികൂടാത്തതിന് കാരണം, സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ കാരണം, ഏറ്റവും ഒടുവിൽ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന സർവകക്ഷി യോഗത്തിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കാണും. BJP ഇതിനെല്ലാം ഉത്തരങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? അപർണ, നോക്കൂ,
നിങ്ങളിപ്പോൾ അവസാനം ചോദിച്ച ചോദ്യം, ഇപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത്, ഈ ഒരു പഹൽഗാം ആക്രമണത്തിന് ശേഷം മുഴുവൻ സംവിധാനങ്ങളും നമ്മുടെ പ്രതിരോധ സേനയുടെയും അതോടൊപ്പം തന്നെ പ്രതിരോധ വകുപ്പിൻ്റെയും കൈകളിലായിരുന്നു. പ്രതിരോധ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് അവിടെ കൂടിയിരുന്ന മുഴുവൻ ആളുകളെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രത്യാക്രമണത്തെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്, മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നോക്കൂ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഏതെങ്കിലും രാഷ്ട്രീയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആർമിയും അതോടൊപ്പം നമ്മുടെ പ്രതിരോധ സേനകളുമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ജനങ്ങളോടും രാജ്യത്തോടും സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. നോക്കൂ, ഈ ഒരു പോയിന്റ് ശ്യാം, ഞാൻ ഇടപെടുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഇല്ലാത്തത് പ്രതിപക്ഷം വളരെ കൃത്യതാർന്ന ഒരു മാതൃക ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നില്ല, ഞങ്ങൾ ഒപ്പം നിൽക്കുകയാണ് എന്ന് കോൺഗ്രസ് അടക്കം ദേശീയ തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ തരത്തിൽ ഉത്തരം പറയേണ്ട ബാധ്യത രാഷ്ട്രീയ നേതൃത്വത്തിന്, ബിജെപിക്ക്, കേന്ദ്ര സർക്കാരിന് വന്നിട്ടില്ല. പക്ഷേ ഇനി നാളെ മുതൽ ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമെന്നുള്ള സൂചന പ്രതിപക്ഷം നൽകുകയും ചെയ്തിട്ടുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഉണ്ടാവും. ഇപ്പോൾ ചോദ്യങ്ങൾ വന്നിട്ടില്ലല്ലോ. ഇവരെന്ത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്? ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വേണ്ട ഉത്തരങ്ങൾ കൊടുത്തിട്ട് തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചോദ്യമാണ് വേണ്ടത്? നോക്കൂ, കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടായിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് എടുക്കും നിങ്ങൾ. ഇതിന് മുമ്പത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? 2008 മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ അതിന് മുമ്പ് 2006 മുംബൈയിൽ എത്ര ആക്രമണങ്ങൾ ഉണ്ടായി? ഒരേ സമയത്ത് തന്നെ ഏകദേശം അരമണിക്കൂറിന്റെ ഗ്യാപ്പിൽ തന്നെ 6-7 ഇടങ്ങളിൽ 6-7 ട്രെയിനുകളിലോട്ടായിട്ടുണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങൾ നിങ്ങൾ മറന്നുപോയോ? അതുമാത്രമാണ് ബാംഗ്ലൂരിൽ, അഹമ്മദാബാദിൽ, കൊൽക്കത്തയിൽ, ഹൈദരാബാദിൽ, രാജ്യം മുഴുവൻ എത്രയോ തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാശ്മീർ ഒഴികെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള തീവ്രവാദി ആക്രമണങ്ങളും അതോടൊപ്പം തന്നെയുള്ള അസ്ഥിരതയും എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു. ഇനി തീവ്രവാദി ആക്രമണമാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലെയുള്ള ടെററിസത്തെ വളർത്തുന്ന ഒരു രാജ്യം. അവർ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങും എന്ന് നമുക്ക് കരുതിക്കൂടാ. അവരെ അടിച്ചൊതുക്കുക മാത്രമാണ് വഴി. അവർ ഏതൊക്കെ സമയത്ത് തലപൊക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു ആ സമയത്തേക്ക് അടിച്ചൊതുക്കിയാണ്. 47 മുതൽ തുടങ്ങിയതാണ് അവർ. 2025 വരേക്കും അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ അവർ തീവ്രവാദം, ആ രാജ്യത്ത് നിന്നുള്ള തീവ്രവാദാക്രമണം ഇല്ലാതാവണമെങ്കിൽ ആ രാജ്യം പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുക എന്നുള്ളൊരു വഴിയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുന്ന എന്താണ്? പരമാവധി നമ്മുടെ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരു ആക്രമണം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പരമാവധി ആക്രമണങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ ശക്തമാക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ച് അവരുടെ നട്ടെല്ലൊടിക്കുക. ആ നട്ടെല്ലൊടിക്കുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളത്. നോക്കൂ, ആദ്യം പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ 1971 ശേഷം പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി നാം അടിച്ചിടുകയുണ്ടായി. അതിനുശേഷം അവർ തിരിച്ചാക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നീട് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. പിന്നീട് അവരുടെ എയർബേസുകൾ ആക്രമിച്ചു. അങ്ങനെ പൂർണ്ണമായിട്ട് ആ രാജ്യത്തിന് നിലം തൊടാൻ പറ്റാത്ത രീതിയിലുള്ള, നടുവൊടിക്കുന്ന രീതിയിലുള്ള അറ്റാക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സൈന്യവും പറഞ്ഞതാണ്, ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ എൻഡല്ല, അതിന്റെ ഒരു അവസാനമല്ല. സീസ് ഫയർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ താൽക്കാലികമായിട്ട് ആവശ്യപ്പെട്ടതുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്കിതൊരു യുദ്ധമായിട്ട് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമില്ലാത്തതുകൊണ്ടും, പാകിസ്ഥാനെ പോലെയല്ല, വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ടത് കൊണ്ട് നമ്മളൊരു വെടിനിർത്തൽ വെച്ചു, അംഗീകരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂറും അവസാനിച്ചിട്ടില്ല, പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ നടപടികളും അവസാനിച്ചിട്ടില്ല, തീവ്രവാദത്തിനെതിരെയുള്ള നമ്മുടെ 47 മുതൽ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യാതൊരു പ്രവർത്തനവും അവസാനിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ചില സംശയങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ടായി. ഇപ്പൊ അവസാനം സേനാ മേധാവികളുടെ പ്രസ് മീറ്റ് വന്ന സമയത്ത് നിങ്ങൾ എന്താണ് കണ്ടത്? 30-40 വരുന്ന പാക് സൈനികരടക്കം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവനായിട്ടും, അതോടൊപ്പം കാണ്ഡഹാറിൽ നമ്മുടെ വിമാനം റാഞ്ചിയിട്ടുള്ള ആളെ ഉൾപ്പെടെ നമ്മൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. പലയിടങ്ങളിലും വലിയ ഗർത്തമായിട്ട് മാറിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞു. ഇത് ഇനിയും നീണ്ടുപോകും. ഇതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ വരട്ടെ, ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം. പക്ഷേ ഇതുവരെയുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിനോട് ചോദിക്കുന്നതിന് മുൻപെയാണ് താങ്കളോട് തന്നെ ചോദിച്ചത്. ഇനി അവിടെ നിന്ന് നാളെ അഡ്വക്കേറ്റ് വസന്തൻകുമ്പള്ളി,
ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, സീസ് ഫയർ ഡിസ്കസ് ചെയ്യണം. ഇതൊക്കെ ഒരു പ്രത്യേക പാർലമെന്ററി ഒരു സെഷൻ തന്നെ വിളിച്ചുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നത് ഇതുവരെ ഉള്ള നിലപാടുകൾ പൂർണ്ണമല്ല എന്ന് കരുതുന്നത് കൊണ്ടാണോ? എന്ത് ചോദ്യമായിരിക്കും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാകും കോൺഗ്രസിന് എന്ന് കരുതുന്നത്? മുമ്പ് ഒരിക്കൽ എക്സിൽ ഒരു ട്വീറ്റ് ചെയ്യുകയും അത് പിന്നീട് കോൺഗ്രസ് തന്നെ ഈ അവസരമല്ല അതിന് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് അത് തിരുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഇനിയും ഉയർത്തുമോ കോൺഗ്രസ്? തീർച്ചയായും അപർണ, നോക്കൂ, ഈ ആദ്യമായി അവിടെ ആക്രമണം ഉണ്ടാവുന്നതിന്റെ പിറ്റേ ദിവസം കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി CWC വിളിച്ചു ചേർത്ത് ഇത് പാക് സ്പോൺസർഡ് ടെററിസമാണ് എന്ന് ഈ രാജ്യത്ത്, ഈ ലോകത്ത് ആദ്യം പറഞ്ഞ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ആദ്യമായി ഈ രാജ്യത്ത്, ഈ ലോകത്ത് പൂർണ്ണമായും സർക്കാരിനൊപ്പം ചേർന്നു നിൽക്കാൻ പോകുന്നു. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതോടം വരെ, ഇതിന് മറുപടി കൊടുക്കുന്നതോടം വരെ, അവിടെ കൊല ചെയ്യപ്പെട്ട നമ്മളുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ, അനിയത്തിമാരുടെ, കുഞ്ഞുമക്കളുടെ ഒക്കെ രക്തത്തിന് പകരം വീട്ടുന്നോടം വരെ യാതൊരു രാഷ്ട്രീയ ഇച്ഛയുമില്ലാതെ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് ഈ ലോകത്ത്, ഈ രാജ്യത്ത് ആദ്യം പറഞ്ഞ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അപ്പോൾ ആ നിലപാട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ഇപ്പോ ഇച്ചിരി മുമ്പേ എന്റെ സ്നേഹിതൻ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇപ്പോ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. യുദ്ധം എന്ന് ഇവർ പറയുന്ന ഒരുപക്ഷെ ആന്റി ടെററിസ്റ്റിക് മൂവ്മെന്റ് എന്ന് നമ്മൾ രാജ്യം വിളിച്ചിരുന്ന, ഇപ്പോ യുദ്ധം എന്നാണ് RSSും BJPയും പറയുന്നത്, അങ്ങനെ വിളിച്ചിരുന്ന ആ ഒരു സംവിധാനം തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയർന്നു വരും. എന്താണത്? ഒന്ന്, ആ നമ്മളുടെ മൂവ്മെന്റ് ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നു പോകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ പാകിസ്ഥാനെതിരെ നടത്തിയിരുന്ന ആക്രമണം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ അഴിച്ചുവിട്ട നമ്മളുടെ പോരാട്ടം, ആ പോരാട്ടം നിർത്തുന്നുവെന്ന് ഇന്ത്യൻ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ സാധാരണക്കാർ, ജമ്മു കാശ്മീരിലും മറ്റുമുള്ള ഈ ഇതിന്റെ ഭാഗമായി ബലി കൊടുക്കപ്പെട്ട 73 ജീവനുകൾ, ആ ജീവനുകളാൽ അനാഥമാക്കപ്പെട്ട അനാഥർ, വിധവകൾ, അവരുടെ കുഞ്ഞുങ്ങൾ ഒക്കെ അറിയേണ്ടത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ട്വിറ്ററിലെ പോസ്റ്റ് കണ്ടിട്ടാണോ? ആണോ? അതോ നേരത്തെ ആരോ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അമേരിക്ക പോലും വില കൽപ്പിക്കാത്ത ട്രംപ് എന്ന് പറയുന്ന വമ്പ് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്കിലെ, ട്വിറ്ററിലെ, വാട്സപ്പിലെ, ഇൻസ്റ്റഗ്രാമിലെ സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണോ ഈ രാജ്യത്തിന് തിരിച്ചറിയാൻ? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ട് നോക്കിയിട്ട് വേണോ നമ്മൾ അറിയാൻ നമ്മൾ യുദ്ധം നിർത്തിയിരിക്കുന്നു, നമ്മൾ സീസ് ഫയർ ഒപ്പിട്ടിരിക്കുന്നു എന്ന്? ഏത് കരാറിലാണ് ഇന്ത്യ ഏർപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമില്ലേ? പാകിസ്ഥാനുമായി ഫോണിൽ സംസാരിച്ചു. ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി പറയുന്നു പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന്. ഔദ്യോഗികമായി ഇന്ത്യക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് പാകിസ്ഥാനാണ് ഇങ്ങോട്ട് അത് ആവശ്യപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? രണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ആരുമായിക്കോട്ടെ, ട്രംപ് ആയിക്കോട്ടെ, ബൈഡൻ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നിക്സൺ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് ഏറ്റവും ആദ്യമായി അയാളും അയാളുടെ വൈസ് പ്രസിഡന്റും US സ്റ്റേറ്റ് സെക്രട്ടറിയും ആദ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നു ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ കൈകൊടുത്തു, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തു എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല, നിങ്ങൾക്ക് അതിലൊരു പങ്കുമില്ല, വമ്പ് പറച്ചിലാണ് എന്ന് ഇതുവരെ ഒരു BJP നേതാവെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി പറയണ്ട, പ്രധാനമന്ത്രിക്ക് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാൻ സമയമില്ല, അദ്ദേഹത്തിന് ബീഹാർ റാലികളിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ള തിരക്കുണ്ട്, അതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് ചിലപ്പം എക്സിൽ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിക്കാണില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, BJPയുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഏറ്റവും കുറഞ്ഞത് പ്രതിരോധ വകുപ്പിന്റെ മന്ത്രി, അല്ലെങ്കിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നിലപാട് പറയേണ്ട വിദേശകാര്യമന്ത്രി ആണല്ലോ, ആ വിദേശകാര്യമന്ത്രി ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ്, പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നമ്മുടെ പടിക്കൽ വന്ന്, നമ്മുടെ വാതിക്കൽ വന്ന് മുട്ടി വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു പാകിസ്ഥാൻ, അവരുടെ ആത്മാഭിമാനം കൊണ്ടുവന്ന് ഇന്ത്യൻ പടിക്കൽ അടിയറവ് വെച്ചപ്പോഴാണ് നമ്മൾ അതിന് സമ്മതിച്ചത് എന്ന് പറയാൻ പറ്റുമോ? ആ എല്ലാവർക്കും ഒന്നും ഇന്ദിരാഗാന്ധി ആവാനോ വാജ്പേയി വിളിച്ചതുപോലെ ഈ ഇന്ത്യയുടെ ദുർഗശക്തമായി മാറാനോ ഒന്നും സാധിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കയുടെ ട്രംപിന്റെ പടിക്കൽ കൊണ്ടുപോയി ഇന്ത്യൻ ആത്മാഭിമാനം അടിയറവ് വെക്കാതിരിക്കാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ? അങ്ങനെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട ചിന്ത ഉണ്ടാവണമെങ്കിൽ അത് അമേരിക്കയുടെ മധ്യസ്ഥതയിലല്ല തീർക്കേണ്ടത് എന്ന ബോധ്യം ഉണ്ടാവണമെങ്കിൽ അമേരിക്കയുടെ ഹത്തുവ കേട്ട് അമേരിക്കയുടെ ചൂണ്ടുവിരൽ തുമ്പിനുള്ളിൽ പേടിച്ച് അറച്ച്
അങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് പോകുന്നത് ആത്മാഭിമാനം പണയം വെക്കുന്നതാണ്. അല്ല വസന്ത്, കശ്മീർ വിഷയം പോലും ആ തരത്തിലേക്ക് മാറും, ആ തരത്തിലേക്ക് ഒരു ഇൻവോൾവ്മെന്റ്, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റിലേക്ക് മാറും. അങ്ങനെ മാറ്റാൻ നിർബന്ധിതരാകും, കമ്മിറ്റഡ് ആകും, അങ്ങനെ കൂടി കോൺഗ്രസ് കരുതുന്നുണ്ടോ? തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടാവാൻ പാടില്ലെന്നേ കാര്യം. അല്ല, ഇനി അങ്ങനെ നിർബന്ധിതരാകും ഈ വിഷയത്തിൽ, അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുകൂടി കോൺഗ്രസ് ആരോപിക്കുന്നുണ്ടോ? അവിടെയാണ് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി UN-ൽ സംസാരിച്ചത് എന്താണ്? ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ട, ഞങ്ങൾ പണിയുമായി ഇറങ്ങുകയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ പ്രതിരോധവുമായി ഇറങ്ങുകയാണ്. വി ആർ മൂവിങ് വിത്ത് ഡിഫൻസ്. ആ ഡിഫൻസിൽ ഞങ്ങൾക്ക് സഖ്യകക്ഷികളെയാണ് ആവശ്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാനുള്ളവരെയാണ് ആവശ്യം, അല്ലാതെ ഉപദേശമല്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഏറ്റുപദേശം കേട്ട് ഏറ്റുപദേശം ആർത്തളിച്ചു പറയാൻ വേണ്ടി ഇവർക്ക് നാണമില്ലേ? നോക്കൂ, അമേരിക്ക ഇന്ന് ഇന്ദിരാഗാന്ധിയുടെ സമയത്തെ പോലെ ഒരു ഏകാഗ്ര ശക്തിയൊന്നുമല്ല. അമേരിക്ക എന്ന് പറയുന്നത് 70-കളിലെ പോലെ 80-കളിലെ പോലെ 90-കളിലെ പോലെ അമേരിക്ക എന്ന് പറയുന്ന ഒരു ബഹുജൻ ഭീമനൊന്നുമല്ല. അമേരിക്കയ്ക്ക് ബദലായി എത്രയോ രാജ്യങ്ങൾ ഇന്ന് ഉയർന്നു വരുന്നു. റഷ്യ ഉണ്ട്, അന്നും റഷ്യ സോവിയറ്റ് യൂണിയൻ ശക്തമാണ്. പക്ഷെ ഇന്ന് ഇസ്രായേൽ അടക്കം ചൈന അടക്കം അമേരിക്കയുടെ ഒപ്പണന്റ് വിങ് വളരെ ശക്തമായി നിൽക്കുകയാണ്. അമേരിക്ക ബേസിക്കലി ഈ പറയുന്ന നയതന്ത്ര രംഗത്ത് വലിയ പരാജയമാണ്. അത് ട്രംപിന്റെ വരവോട് കൂടി മാത്രമല്ല, ഒന്നാം ട്രംപ് സർക്കാരും രണ്ടാം ട്രംപ് സർക്കാരിലേക്കും എത്തുമ്പോൾ നയതന്ത്രപരമായി വലിയ വലിയ ഒരു ശക്തമായ വോയിസ് ഒന്നുമല്ല അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ. ആ അമേരിക്കയെ അന്ന് ഒറ്റ ശക്തിയായി നിന്നിരുന്ന, അന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലിൽ നിർത്തി രാജ്യങ്ങളെ കൊണ്ട് കാര്യം ചെയ്യിപ്പിച്ചിരുന്ന അമേരിക്കയോട് ഇത് ആ പടിക്കപ്പുറത്ത് നിന്നാ മതി എന്ന് പറയാനുള്ള ആർജവമുള്ള ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്, ഇല്ലേ? ഇന്ന് ഒരു ശക്തിയുമല്ലാത്ത, ബാക്കിയുള്ളവർ എല്ലാ കാര്യങ്ങളിൽ വമ്പ് പറയാൻ മാത്രം പറ്റുന്ന ഒരു വലിയ ജൈജാന്റിക് ബലൂൺ മാത്രമായ അമേരിക്കയുടെ വാക്ക് കേട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയുടെ പുറത്ത് നമ്മൾ നമ്മുടെ യുദ്ധം അവസാനിപ്പിച്ചെങ്കിൽ, യുദ്ധം അവസാനിപ്പിക്കുന്നത് നല്ലതാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ആ യുദ്ധം അവസാനിച്ചത് ഇന്ത്യൻ ജനത അറിയണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അല്ലെങ്കിൽ JD വാൻസിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോയി നോക്കണം എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത് ആത്മഹത്യാപരമാണ്. ഞാനതിലേക്ക് വരാം. വസന്ത്, ആ ചോദ്യങ്ങൾ നിൽക്കുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ചോദ്യം ബാക്കി നിർത്തുന്നു. അത് ലോക സമൂഹം കൂടി ചോദിക്കുന്ന രീതിയിലേക്ക് പോകുമെന്നുള്ളതാണ്. വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. MS വേണുഗോപാൽ, തേർഡ് പാർട്ടി മീഡിയേഷൻ കാശ്മീരിൽ വേണ്ട എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രമാണ്, ഇന്ത്യയുടെ നിലപാടാണ്. ഇപ്പോൾ ഈ വെടിനിർത്തൽ വിഷയം പോലും രാജ്യം അറിയുന്നത് JD വാൻസിന്റെ ട്വീറ്റിലൂടെ അല്ലെങ്കിൽ ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് പരിപൂർണമായിട്ട് തള്ളിക്കളയാൻ കഴിയുമോ? സ്വാഭാവികമായിട്ടും ഈ കാശ്മീർ ഇഷ്യൂ പരിഹരിക്കാമെന്നുള്ള ട്രംപിന്റെ ഒരു ഓഫർ മുന്നിൽ നിൽക്കുന്നൊക്കെയുണ്ട്. ഇതൊക്കെ ഒരു മറ്റു തരത്തിലൊരു ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കും എന്ന് പ്രതിപക്ഷം പറഞ്ഞാൽ അതിനെ ഏത് തരത്തിലെടുക്കണം? ഈ സീസ് ഫയറിന് ശേഷമുള്ള ചർച്ചകൾ ആ തരത്തിലായിരിക്കുമല്ലോ. ഈ ട്രംപിൻ്റെ ഇത്തരം വാദങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല. ട്രംപ് ഏതാണ്ട് ഫസ്റ്റ് ടേമിൽ ഏതാണ്ട് 4-5 വർഷം മുമ്പ് ട്രംപ് ഇതുപോലെ പറഞ്ഞിരുന്നതാണ്, കാശ്മീർ വിഷയത്തിൽ മീഡിയേഷന് ഞാൻ വരാം, കാശ്മീർ വിഷയം തീർക്കണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ സാധിക്കൂ എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞതാണ്. അന്നും ഇന്ത്യ സർക്കാർ അതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അത് നിഷേധിച്ചേ പറ്റുള്ളൂ. കാരണം ഇന്ത്യ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോകുന്നത്. നമുക്ക് ശത്രുക്കൾ 3 വശത്തും നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ഒന്നാമത്തെ ശത്രു പാകിസ്ഥാൻ അല്ല എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഒന്നാമത്തെ ശത്രു ചൈന തന്നെയാണ്. അതവിടെ വളരെ ശക്തമായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. 2 വശങ്ങളിലായിട്ട്, ഞാനിപ്പോൾ ബംഗ്ലാദേശ് എന്ന് പോലും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, 2 പാകിസ്ഥാനുകൾ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന അവസ്ഥയാണ്. ഈ 3 രാജ്യങ്ങളിലും ഏകാധിപത്യമാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ചൈനയിലും ഏകാധിപത്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെ ഇലക്ഷൻ പേരിനുണ്ടെന്ന് പറയാം, അല്ലാതെ അവിടെ ജനാധിപത്യമില്ല. ഇന്ത്യയിലാണ് ജനാധിപത്യമുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ പ്രതിപക്ഷം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രതിപക്ഷവും ജനങ്ങളും അറിയേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഒന്നിച്ചു നിന്ന് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ചൈനയെ ചില ചോദ്യചിഹ്നങ്ങൾ ഉയർത്തി നിർത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ രാഷ്ട്രം
ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു രാഷ്ട്രമായി മാറുന്ന അവസ്ഥയാണുള്ളത്. ഇത് നമ്മൾ ഇന്റേണലി നേരിടാൻ പോകുന്ന ഒരു വലിയ ഭീതികരമായ ഒരവസ്ഥയാണ്. ചൈന എപ്പോഴും സ്വീകരിച്ചിട്ടുള്ള നയം പൂച്ച കറുത്തതോ വെളുത്തതോ എന്ന് നോക്കേണ്ട, എലിയെ പിടിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് ശരിയോ തെറ്റോ നടക്കുന്നത് നമുക്കറിയണ്ട, നമ്മുടെ കാര്യം നടന്നാൽ മതി. ഇപ്പോൾ അവർ പാകിസ്ഥാനെ ആയുധമാക്കിയിരിക്കുന്നത് തന്നെയാണ്. പാകിസ്ഥാൻ്റെ യുദ്ധം ഇപ്പോൾ അവസാനിക്കില്ലായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ കുറച്ച് മുമ്പേ നമ്മുടെ 3 വിഭാഗങ്ങളുടെയും ചീഫ്മാർ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ എയർ താവളങ്ങളെ തകർത്തു, അവരുടെ റഡാർ സിസ്റ്റം തകർത്തു, അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ്റെ സാധ്യതകൾ ഏതാണ്ട് ഇല്ലാതാക്കിയപ്പോഴാണ് ഈ ഒരു ചർച്ച വന്നത്. ഇല്ലെങ്കിൽ ഇത് വലിയൊരു യുദ്ധമായി തന്നെ, വലിയ യുദ്ധമല്ല പക്ഷേ ഇങ്ങനെ നീണ്ടുപോകുന്നൊരു യുദ്ധമായി വന്നേനെ. കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ അഹമ്മദ് തന്നെ അവിടെ പറഞ്ഞത് മദ്രസ വിദ്യാർത്ഥികളെ വരെ ഞങ്ങൾ ഈ യുദ്ധത്തിന് തയ്യാറാക്കുമെന്നാണ്. അപ്പോൾ എന്താണ് പാകിസ്ഥാൻ്റെ ലൈൻ എന്ന് മനസ്സിലാക്കണം. ബലൂചിസ്ഥാൻ്റെ ലിബറേഷൻ ആർമി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തെ വലിയൊരു ടെറർ രാഷ്ട്രമായി മാറിയിരിക്കുന്നു, അതൊരു ടെററിസ്റ്റ് രാഷ്ട്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഒരുപാട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള അല്ല, ആ ഇന്റേണൽ ആയിട്ടുള്ള ചോദ്യത്തിനൊപ്പം ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഭീകരവാദം വളർത്തുകയായിരുന്നു എന്ന് ഈ മിനിറ്റിൽ പോലും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. അമേരിക്ക അത് പറഞ്ഞിട്ടില്ല. അമേരിക്ക അത് പറഞ്ഞിട്ടില്ല. 2 രാഷ്ട്രങ്ങൾ സംയമനം വേണമെന്ന് പറയുകയും ഈ കാര്യത്തിനകത്ത് ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇത്രയും ഭീകരവാദ കേന്ദ്രങ്ങൾ ഉണ്ടായി, ഇതാര് വളർത്തി, ആർക്ക് വേണ്ടി വളർത്തി, ഇന്ത്യ ചെയ്തത് ഫൈറ്റ് അഗൈൻസ്റ്റ് ടെറർ ആണെന്ന് അമേരിക്ക അംഗീകരിച്ചിട്ടില്ല. ആ അമേരിക്ക ഇങ്ങനെ സീസ് ഫയർ അനൗൺസ്മെന്റ് ചെയ്യുന്നിടത്ത് ഒരു ബൈലാറ്ററൽ അപ്രോച്ച്, രാജ്യത്തിൻ്റെ ബൈലാറ്ററൽ അപ്രോച്ച് ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ ബൈലാറ്ററൽ അപ്രോച്ച് ചോദ്യം ചെയ്യാൻ നമുക്ക് അനുവദിക്കാൻ പാടില്ല. അത്തരത്തിൽ അവിടെ മറ്റൊരു കക്ഷി വന്ന് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അമേരിക്കയുടെ ഒരു ലൈൻ നമ്മൾ കണ്ടതാണ്. അമേരിക്കയൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ വാറിൽ പോലും അവർ തെളിയിച്ചത്. നമ്മളറിയാലോ, ഒരു വാർ നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ ടെററിസ്റ്റുകളാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു. ടെററിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറയുന്നു. അമേരിക്കയ്ക്ക് പോലും ഭീഷണിയായ ടെററിസ്റ്റുകളെ നമ്മൾ വകവരുത്തി എന്ന് പറയുന്നു. അതിൻ്റെ തെളിവുകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോഴും അമേരിക്കയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള IMF നിന്ന് അവർ പണം സാങ്ഷൻ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൽ അതിൽ താൽക്കാലിക അംഗമായ പാകിസ്ഥാൻ തന്നെ പറയുകയാണ് ഞങ്ങൾ അണുബോംബ് പ്രയോഗിക്കും. അപ്പോൾ പിന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രസക്തി എന്താണ്? അവിടെ ആ സാധനം അടിച്ചൊതുക്കാൻ അമേരിക്ക കഴിയണ്ടേ? അമേരിക്ക അപ്പോൾ പറയണ്ടേ? അമേരിക്കയും വീറ്റോ പവർ ഉള്ളതല്ലേ? അമേരിക്ക പറയണ്ടേ ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കാനേ പാടില്ല, ഈ നമ്മുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ലക്ഷ്യം തന്നെ ലോകത്തിൻ്റെ സമാധാനമാണ്, ലോകത്തിൻ്റെ സെക്യൂരിറ്റിയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു രാഷ്ട്രം ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അമേരിക്കയ്ക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അമേരിക്കയെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിന്ന് ആരും ആർക്കും സഹായം ചെയ്യില്ല. നമുക്ക് മറ്റുള്ളവർ സഹായം ചെയ്യും, എന്തെങ്കിലും ചെറിയ സ്പൈ വർക്കുകൾ ചെയ്യുന്നതിനുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ എയർ സ്പേസിലെ ചില ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നതിന്, അല്ലെങ്കിൽ ചില യുദ്ധതന്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ളവർ തന്നെ കൈമാറുന്നതിന്, ഉപകരണങ്ങൾ കൈമാറുന്നതിന്, ഇതൊക്കെ സഹായിക്കും എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു പഴയ പോലെ 2 ചേരികളായി ലോകം നിൽക്കുകയും നമ്മുടെ കൂടെ നിൽക്കുന്ന ചേരിയെ ഞങ്ങൾ സഹായിക്കുമെന്ന് USSR പറയുന്ന പഴയ അവസ്ഥ, അമേരിക്ക പറയുന്ന മറ്റൊരവസ്ഥ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ശക്തമാക്കണം. അതിന് നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മുടെ ഐക്യം പുറത്തു പോകാതെ നമ്മുടെ ഒത്തൊരുമ പുറത്ത് നിലനിർത്തിക്കൊണ്ട് ലോകത്തിന് മുന്നിൽ ആ സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ തിരികെ തമ്പി ശ്യാംരാജ്, ഇങ്ങനെ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്നു, അത് ലോകം അറിയുന്നത്, ഇന്ത്യക്കാരെല്ലാം അറിയുന്നത് അമേരിക്ക ഇത് സമൂഹ മാധ്യമങ്ങളിൽ അറിയിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്ത്യ ഇതുവരെ ഒരു തേർഡ് പാർട്ടി മീഡിയേഷൻ കാശ്മീരിൽ വേണ്ട എന്നുള്ള നിലപാടെടുക്കുകയും ഞങ്ങൾ തേർഡ് പാർട്ടി ആകാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് പരിഹരിക്കാമെന്ന് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും അതിനകത്ത് ഇന്ത്യ എന്ത് നിലപാടാണ് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ വെടിനിർത്തൽ മധ്യസ്ഥം വഹിച്ചു എന്നുള്ള അവകാശം വരുന്നത്. കോൺഗ്രസ് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ അർത്ഥമുള്ളതല്ലേ? അത് ഏത് തരത്തിലാണ് BJP കാണുന്നത്? അപർണ, ആ ചോദ്യത്തിൽ ഒരർത്ഥമില്ല.
നോക്കൂ, ഇത് ട്രംപ് ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിലുള്ള വിടുവായത്തരങ്ങൾ പറയുന്നത്. ട്രംപ് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ധാരാളം വിടുവായത്തരം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? ഈ നിലവിലെ ഈ പഹൽഗാമിന് ശേഷം ഉണ്ടായുള്ള നമ്മുടെ പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഇന്ത്യ എത്രയോ രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇന്ത്യ ഈ രാജ്യത്ത് വന്നിട്ടുണ്ടായില്ലേ? UAE ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ടായില്ലേ? റഷ്യ നമ്മളെ സമീപിച്ചിട്ടുണ്ടായില്ലേ? അമേരിക്ക സമീപിച്ചിട്ടുണ്ടായില്ലേ? അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവനും നമ്മുടെ രാജ്യത്തെ സമീപിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു വെടിനിർത്തൽ വേണം, അല്ലെങ്കിൽ ഇതൊരു എസ്കലേഷനിലോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് നിരവധിയായിട്ടുള്ള രാജ്യങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അതിൽ ഒരു രാജ്യമാണ് അമേരിക്ക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പാകിസ്ഥാന് IMF നിന്നുള്ള ആ സഹായധനം കിട്ടണമെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വെടിനിർത്തൽ വേണമെന്ന് അമേരിക്ക അവരോട് പറഞ്ഞിട്ടുണ്ടാവാം. അവർക്ക് മേലെ, പാകിസ്ഥാന് മേലെ അവരൊരു പ്രഷർ ചെലുത്തിയിട്ടുണ്ടാവാം. ഒരുപക്ഷെ ആ പാകിസ്ഥാന് മേലെ ചെലുത്തിയ ഒരു പ്രഷറിന്റെ ഫലമായിട്ടായിരിക്കാം ഈ പറയുന്നതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ കഴിയില്ല വസന്ത, ഞാൻ പറയുന്നേക്ക്, നിങ്ങൾ ഇടയ്ക്ക് പറയട്ടെ, നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പറയേ. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുണ്ടായിട്ടുള്ള അപ്പോൾ ഇന്നലെ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ ഒരു എക്സ്റ്റേണൽ ഇന്റർഫിയറൻസും ഉണ്ടായിട്ടില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ഒരു രാജ്യത്തിന്റെയും ഒരു രീതിയിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വസന്ത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്ന ആളുകൾ തന്നെ വന്നിട്ട് പറയണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വിദേശകാര്യ മന്ത്രാലയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് പുറത്തു നിന്നുള്ള യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഇവിടെ ഇന്ദിരാഗാന്ധി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇന്ന് രാവിലെ വരെ ഇവർ ഇന്ദിരാഗാന്ധിയോട് എന്തോ മഹത്വവൽക്കരിച്ചുകൊണ്ട് കുറെ നേരമായിട്ട് ഈ കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. 1971 ആ യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ആ 71 യുദ്ധത്തിൽ ഇന്ത്യ ജയിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്താണ്? നിങ്ങളൊന്ന് പറയുക. ഇവിടെ നമ്മൾ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന സിലിഗുരി എന്ന് പറയുന്ന ആ ഇടനാഴിയിൽ വെറും 22-24 കിലോമീറ്ററുകൾ മാത്രം വിട്ടുള്ള ഒരു ഏരിയ, അവിടെ ഒരു അല്പം വീതി കൂട്ടാനെങ്കിലും നമ്മൾ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട്, നമ്മുടെ സശക്തരായിട്ടുള്ള നമ്മുടെ പട്ടാളം ആ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് കീഴടക്കിയ സമയത്തെങ്കിലും ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ? ആ കാലഘട്ടത്തിൽ കോൾഡ് വാർ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു വശത്ത് USSRും ഒരു വശത്ത് അമേരിക്കയും ഉണ്ടായ സമയത്ത് നമ്മൾ അമേരിക്കയ്ക്ക് എതിരായിരുന്നേ. ആ സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് പറയാൻ വേണ്ടി സാധിക്കുമെന്നേ. അതിനപ്പുറത്തേക്ക് എന്ത് മലമറിച്ചു നിങ്ങൾ ഈ പറയുന്നത്? ആ സമയത്ത് മനേഷയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സൈന്യം തിരിച്ചടിച്ചു എന്നുള്ളതുള്ളതും പിടിച്ചെടുത്തു എന്നുള്ളതും സത്യമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ദിരാഗാന്ധിയുടെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് മാത്രം പറയുന്നത്? നിങ്ങളെന്താ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയാത്തത്? ഒരു വിശ്വപൗരനാകാൻ വേണ്ടിയിട്ട് പോയിട്ട് അതോടെ പറയട്ടെ, ഒരൊറ്റ കാര്യം, ലോക നേതാവാകാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു പോയിട്ട് എന്താ സംഭവിച്ചത്? ഇന്ത്യ ചീന ഭായി ഭായി എന്ന് പറഞ്ഞിട്ട് എന്താ അവസ്ഥ സംഭവിച്ചത്? ഇപ്പൊ എങ്ങനെയാണെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ജമ്മു കാശ്മീരിന്റെ 3 ഭാഗം എങ്ങനെയാണ് ചൈന തട്ടിക്കൊണ്ടുപോയത്? ഈ അക്സായ് ചീൻ എന്ന് പറയുന്ന പ്രദേശം എങ്ങനെയാണ് ഇന്ത്യയിൽ കയ്യിൽ പോയത്? നിങ്ങൾ കൊണ്ടു കൊടുത്തതാണ്, മനസ്സിലായില്ലേ? നിങ്ങളുടെ നേതാക്കന്മാര്, നമ്മുടെ പ്രധാനമന്ത്രിമാര് കൊണ്ടു കൊടുത്തതാണ്. പറയുന്നത് തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ല, പറയാനുള്ളത് കേൾക്കും. നിങ്ങള് പറയാനുള്ളത് വെറുതെ രാഷ്ട്രീയം പറയരുത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ആണെങ്കിലും ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഈ രാജ്യത്തിന്റെ സ്വത്തും സ്ഥലവും നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ. 71-4,000 സൈനികരെ നമുക്ക് നഷ്ടപ്പെട്ടു. 54 പറയുന്ന ആളുകൾ അവർ പിടിച്ചുകൊണ്ടുപോയിട്ട് അവർ എവിടെയെന്ന് പോലും നമുക്ക് അറിയില്ല ഇന്നും. വിഷയം ഒരെണ്ണമുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം പറയുമ്പോൾ നിങ്ങളുടെ നേതാക്കന്മാർ പോലും, ശശി തരൂരോ പി ചിദംബരമോ പോലും ആ നിലപാട്, കോൺഗ്രസ് മറ്റ് നേതാക്കന്മാർ പറയുന്ന നിലപാടല്ല, BJP പറയുന്ന നിലപാടാണ് ശരിവെക്കുന്നത്. ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നതിൽ ഭിന്നാഭിപ്രായമുണ്ട് കോൺഗ്രസിനകത്ത്. വസന്ത്, കോൺഗ്രസിനകത്ത് എല്ലാ വിഷയത്തിലും ഭിന്നാഭിപ്രായം ഉണ്ടാവും. കാര്യം ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, ഇതൊരു കേഡർ പാർട്ടിയല്ല. പാർട്ടിയുടെ അവസാനത്തെ നിലപാട് പറയുന്നത് ഒന്നെങ്കിൽ AICC പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ CWC ആയിരിക്കും. ഞങ്ങളുടെ നിലപാട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുകയായിരുന്നു ഇന്നലെ വരെ. പക്ഷേ അമേരിക്കൻ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ കൊണ്ടുപോയി ഇന്ത്യൻ ആത്മാഭിമാനം പണയം വെച്ചിട്ട്, അന്ന് സാമനേഷിയാണ്, ഇന്ദിരാഗാന്ധി അല്ല. ഇന്നപ്പോ സോഫിയ ഖുറേഷി ഒന്നുമല്ല. ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയ 54 നെഞ്ചളവ് ഇഞ്ചിന്റെ കഥ, അത് അങ്ങ് നിങ്ങൾ ഈ വൈറ്റ് ഹൗസിന്റെ തിണ്ണയുണ്ടല്ലോ അവിടെ പോയി പറഞ്ഞാൽ മതി. ആ തിണ്ണയിൽ പോയി ട്രംപേ ട്രംപേ എന്ന് വിളിച്ച് തൊഴുതു വണങ്ങി അവിടെ പോയി ആ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ പോയി ആ കഥ നിങ്ങൾ പറഞ്ഞാൽ മതി.
ഇന്ത്യൻ ആത്മാഭിമാനത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ചരിത്രത്തിൽ എങ്ങനെയാണ് അമേരിക്ക ഒറ്റ കക്ഷിയായിരുന്ന സമയത്ത് അവരെ വിറപ്പിച്ചു നിർത്തിയതെന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യം കൂടി പറയണം വസന്തേ, പറഞ്ഞു മനസ്സിലാക്കണം. ഈ ഇന്ത്യ ചൈന ബായ് ബായ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന് എത്ര ഏക്കറാ നിങ്ങൾ കൊണ്ട് കൊടുത്തത് അങ്ങോട്ട്? ഈ രാജ്യത്തിന്റെ നഷ്ടപ്പെട്ട ഓരോ തരിമണ്ണും, ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഓരോ തരിമണ്ണും നിങ്ങൾ കൊണ്ട കൊടുത്തതാണെന്നേ. ഇത് വെറുതെ ഇരുന്ന് വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഓരോ തരിമണ്ണും ജവഹർലാൽ നെഹ്റു കൊണ്ട കൊടുത്തതാണ്, ഇന്ദിരാഗാന്ധി കൊണ്ട കൊടുത്തതാണ്. മനസ്സിലായോ? ഇവിടെ അധിക ദൂരം അധിക നാളൊന്നും പുറകിലോട്ട് പോകണ്ട. AK ആന്റണി എന്ന് പറയുന്ന അല്ല പറയട്ടെ, AK ആന്റണി എന്ന് പറയുന്ന കേരളത്തിൽ നിന്നൊരു പ്രതിരോധ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അതിർത്തിയിൽ റോഡ് പണിതിട്ടുണ്ടെങ്കിൽ ആ ശത്രുക്കൾക്ക് കയറി വരാൻ എളുപ്പമാകും പോലും, അങ്ങനെ അതിർത്തിയിലെ റോഡ് പണി പോലും വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെ കിടന്നിട്ട് ഈ രാജ്യത്തെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നത്. കൊണ്ടുപോയി വാതുകൾ കെട്ടിവെച്ചത്, ചൈനയുടെ വാതുകൾ കെട്ടിവെച്ചത്, ഈ രാജ്യത്തിന് ആത്മാഭിമാനം പണയം വെക്കാൻ തുടങ്ങിയത് നിങ്ങളാണെന്നേ. അതിന്റെ ചരിത്രം നിങ്ങൾക്ക് വഴങ്ങും, ഞങ്ങൾക്ക് ആ ചരിത്രം ഒന്നും വഴങ്ങില്ല വസന്തേ. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. അത് ചൈന അരുണാചലിൽ ഉണ്ടാക്കുന്ന സെറ്റിൽമെന്റുകളെ പറ്റി എന്താ ഇന്ത്യയുടെ നിലപാട്? ഇപ്പോ 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടായത്, സ്വയംഭൂവായതാണ്. പുല്ല് മുളയ്ക്കാത്ത ഇടമെന്ന് പറഞ്ഞു ഞങ്ങളാണോ? അക്സൈറ്റിനെ കുറിച്ചുള്ള പുല്ല് മുളയ്ക്കാത്ത ഇടമെന്ന് പറഞ്ഞു ഞങ്ങളാണോ? നിങ്ങളുടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഈ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോകാൻ വേണ്ടി പോലും ഞങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കണ്ടിട്ടില്ല. ഒരു തരി മണ്ണ് പോലും നിസ്സാരമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ടത് നിങ്ങളാണ്, കൊണ്ടുകൊടുത്തത് നിങ്ങളാണ്. എനിക്ക് സമയം അതെ ശ്യാം, ഒരു മിനിറ്റ് നിർത്തൂ. വസന്ത് പറഞ്ഞ് നിർത്തിയിട്ട് ഞാൻ ശ്യാമിലേക്ക് വരാം. വസന്ത്, എനിക്ക് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മറ്റൊരാൾ ഇടപെടുന്നതിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു ഡിബേറ്ററാണ്. പക്ഷെ പ്രശ്നം എനിക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ ഇഷ്യൂ കാരണം മനസ്സിലായി. ന്യൂസ് 8ന്റെ പ്രശ്നമല്ല, എന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്യാം പറഞ്ഞ ശേഷം ഞാൻ പറയാം. ഒന്ന്, ശ്യാംരാജെ, 2014 നിങ്ങളുടെ നരേന്ദ്രമോദി മറ്റേ മഴ എറിഞ്ഞുണ്ടാക്കിയതാണ് ഇന്ത്യ എന്നുള്ള പഠനവും അങ്ങനെയുള്ള ചിന്തയൊക്കെ നിങ്ങളുടെ മാരാർജി ഭവനിൽ നടത്തുന്ന ക്ലാസ്സുകളിൽ, പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ നിങ്ങൾ കൊടുത്താൽ ഏക്കുമായിരിക്കും. പക്ഷെ അത് ചാനൽ ചർച്ചയിലും ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പറയാൻ നിൽക്കരുത്. 2, ഇന്ത്യൻ ആത്മാഭിമാനം നിങ്ങൾ വൈറ്റ് ഹൗസിന്റെ തിണ്ണയിൽ കൊണ്ടുപോയി പടിയറവ് വെച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ പറയുന്നത് ട്രംപിന് ആര് മറുപടി കൊടുക്കാനാണ് എന്ന് ചോദിച്ചാൽ JD വാൻസ് അങ്ങനെയല്ലല്ലോ. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ട്രംപിന്റെ കൂട്ടത്തിലല്ലല്ലോ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിനെ അങ്ങനെയല്ലല്ലോ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലിയർ കട്ടായി പറയണം, അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു ബിസിനസ്സും ഇല്ല. അമേരിക്ക ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ് ബിസിനസ്. ഇതിനകത്ത് നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറയാനുള്ള ആർജവം ഇന്ത്യയാണ് കാണിക്കുന്നത്. അത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട പോരാ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് ഒളിച്ചോടി ബീഹാറിൽ പോയി പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മിനിമം അതും പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. UN പോയി ഞങ്ങൾക്ക് ആരുടെ ഉപദേശം വേണ്ടെന്ന് വമ്പ് പറഞ്ഞ് തിരിച്ചു വന്ന നമ്മളുടെ വിദേശകാര്യമന്ത്രി, ഇപ്പോൾ നമ്മളുടേത് ഞാൻ പറയും, കാര്യം ഈ ആസന്നമായ സമയത്ത് നമ്മുടെ വിദേശകാര്യമന്ത്രി എന്നേ ഞാൻ പറയുകയുള്ളൂ. ആ വിദേശകാര്യമന്ത്രി ജയശങ്കർ മിനിമം അമേരിക്കക്കെങ്കിലും മറുപടി കൊടുക്കാനുള്ള ആർജവം കാണിക്കണം. എന്നിട്ട് വേണം ഈ 2014 പെട്ടെന്നൊരു ദിവസം പരശുരാമൻ വന്നു, അദ്ദേഹം മഴ എറിഞ്ഞു. ആ മഴ എറിഞ്ഞപ്പോൾ ഇന്ത്യ സ്വയംഭൂവായി. അപ്പോൾ പരശുരാമൻ ഇതാ സ്വയംഭൂവായ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ അധികാര കേന്ദ്രം ഏൽപ്പിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ ചുറ്റുമുള്ള എല്ലാ അതിർത്തികളും ലംഘിച്ചിങ്ങനെ പിടിച്ചിരിക്കുന്നത് 56 ഇഞ്ചിന്റെ നെഞ്ചളവിന്റെ ഉള്ളിലാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മിനിമം ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ച, ഇന്ത്യയുടെ ദുർഗശക്തിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ നിങ്ങളുടെ പഴയ നേതാക്കളെങ്കിലും തിരുത്തിയിട്ട് വേണം അത്തരം വർത്തമാനം പറയാൻ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഞാൻ തിരികെ എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഓപ്പറേഷൻ ശ്രീ MS വേണുഗോപാൽ, ഇനി ആഭ്യന്തര വിഷയത്തിനപ്പുറത്തേക്ക് വരുന്ന ചോദ്യങ്ങൾ, ഇപ്പോൾ റഫാൽ ജെറ്റുകൾക്ക് എന്ത് സംഭവിച്ചു, അത് തകർന്നോ എന്നുള്ള ചോദ്യത്തിന് അത് മിലിറ്ററിക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല എന്നുള്ള വിഷയമുണ്ട്. സൈനികർക്കുണ്ടായിട്ടുള്ളത് അത് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള കലാമിറ്റീസ് ഒക്കെ അത് ജനങ്ങളൊക്കെ ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട്, താങ്കൾ നേരത്തെ പറഞ്ഞ അതാണ്, ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അത്തരം ചില ഒരു പ്രിപ്പറേഷൻസിലും ഒക്കെ രാജ്യം കുറച്ചുകൂടെ ശക്തമാക്കണം, അത്തരത്തിലുള്ള
അഭിപ്രായങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? അത് പ്രതിപക്ഷം ഉന്നയിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയം മാത്രമായിരിക്കുമോ? അല്ല, നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വം വളരെ ശക്തമാക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് രണ്ട് വശത്ത് രണ്ട് പാകിസ്ഥാനുകൾ ഏകാധിപതികളായ രണ്ട് ഭരണാധികാരികളുമായിട്ട് നിൽക്കുകയാണ്. ചൈന തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അതിർത്തികളെല്ലാം നമുക്ക് ശത്രുവായിട്ട് തന്നെ കരുതേണ്ടി വരും. പിന്നെ അകത്ത് പാകിസ്ഥാൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാശ്മീരിൻ്റെ ബോർഡർ മേഖലയിൽ നമ്മൾ ആക്രമിക്കുന്ന ഭീകരവാദികളെ കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ ഏതാണ്ട് 14 ദിവസം നിരന്തരമായി ആക്രമിച്ചിട്ടും അവരെ പൂർണ്ണമായും നമുക്ക് കീഴടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം നമ്മുടെ അകത്ത് തന്നെ ഒരു ടീം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർശ്വപ്രദേശങ്ങളിലുള്ള ജനവാസ കേന്ദ്രങ്ങളിലെ ആൾക്കാർ വരെ അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളവരെ നമ്മൾ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട ഒരു സാഹചര്യമാണ്. ഇൻറ്റേർണൽ സെക്യൂരിറ്റി നമുക്ക് ക്ലിയർ ആയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻറ്റേർണലി ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു മാർഗം ടെററിസമാണെന്ന് അവർ കണ്ടുവച്ചിരിക്കുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറൊരു പ്രശ്നമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളെ പിന്നെ തൊഴിൽ മറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് എന്താണ് സ്വീകരിക്കേണ്ടത് അതാണ് അവർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ടാരിഫ് പ്രശ്നത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊരു വാർ വഴി കുറേ ആയുധങ്ങൾ വിറ്റിട്ട് നടക്കട്ടെ എന്ന് വരെ വിചാരിക്കുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആയിരിക്കണം. അപ്പോൾ പഹൽഗാം ആക്രമണത്തിൻ്റെ അടിസ്ഥാന തത്വം അത് ടെററിസ്റ്റുകൾ ആഗ്രഹിച്ചതും പാകിസ്ഥാൻ്റെ ആർമി ആഗ്രഹിച്ചതും പാകിസ്ഥാൻ്റെ സ്കെലട്ടൻ പൊളിറ്റിക്കൽ പവർ ആഗ്രഹിച്ചതും 3 കാര്യങ്ങളാണ്. ഒന്ന്, കശ്മീരിൻ്റെ വിഷയം അന്തർദേശീയ വിഷയമാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് പഹൽഗാം ആക്രമണത്തിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കാശ്മീരിൽ നിന്ന് നിൽക്കുന്ന ഐക്യം തകർക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇന്ത്യയിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കി ഇന്ത്യയിൽ ആന്തരിക അന്തരീക്ഷം, ആഭ്യന്തര അന്തരീക്ഷം കലുഷിതമാക്കുക എന്നുള്ളതാണ്. നമ്മളതിനെ തിരിച്ച് ഒരു അറ്റാക്ക് വഴി എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് രാഷ്ട്രമാണെന്ന് ലോക മനസാക്ഷിയുടെ മുമ്പിൽ കൊണ്ടുവരിക. പാകിസ്ഥാൻ്റെ പിന്നെ ഈ ശൈലി തുടരുന്നത് ഇന്ത്യക്ക് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഒരു നഷ്ടമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തുക. അതിനായി ഇന്ത്യയോടൊപ്പം നിങ്ങൾ നിൽക്കുകയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നൊരു ഡിപ്ലോമാറ്റിക് മെത്തേഡിലേക്ക് കൂടെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അന്തർദേശീയമായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻറ്റേർണലായിട്ടും കുറേ മിതത്വം പാലിക്കേണ്ടതുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന പോലെ പാകിസ്ഥാൻ പോലെയല്ല. അവിടെ ആർക്കും ആരോടൊന്നും ചോദിക്കേണ്ട. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് ചോദിക്കാനുണ്ടാവും. ആ ചോദ്യങ്ങൾ പക്ഷേ നമ്മുടെ ദേശീയതയിലും നമ്മുടെ ഐക്യത്തിലും നമ്മുടെ ഐക്യം തകർക്കാൻ ആരെങ്കിലും നിൽക്കുന്നതിന് ഒരു ഉപകരണമായും മാറരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം ഗവൺമെൻറ്റിന് പിന്നെ പ്രതിപക്ഷം ചോദിക്കുന്നതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സമവായത്തിലെത്താൻ കഴിയുകയും വേണം. ഇത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ബാധ്യതയല്ല, ഭരണകക്ഷിയുടെയും ബാധ്യതയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു സമവായം ഉണ്ടാക്കാനും കൂടെ കഴിയണം. എങ്കിൽ മാത്രമേ ഈ പോയിന്റാണ് ശ്യാംരാജ്, പ്രതിപക്ഷം ചോദിക്കുന്നതിന് മുമ്പേ ഇത് കാര്യം വ്യക്തമാക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് ഉയർത്തുന്ന വിഷയങ്ങളോ ഉണ്ടാവുകയില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളത് രാജ്യദ്രോഹപരമായിട്ട് ചെയ്യുകയാണ് എന്ന് കോൺഗ്രസിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ട് കാര്യമില്ലല്ലോ. നേരത്തെ ഈ കാര്യങ്ങൾ രാഷ്ട്രത്തോട് വിശദീകരിക്കാം. ആ ഒരു ബാധ്യത കേന്ദ്ര സർക്കാരിന്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കാണിക്കണ്ടേ എന്നുള്ളതൊരു ന്യായമായ ചോദ്യമല്ലേ? അപർണ, നേരത്തെ എന്ന് പറഞ്ഞാൽ എന്നാണ് ഈ നമ്മളുടെ പ്രത്യാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സീസ്ഫയർ നടക്കുന്നത്. ഇന്ന് സംയുക്ത സൈനിക മേധാവികളുടെ പത്രസമ്മേളനം നടക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലാണ് രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കുക തന്നെ ചെയ്യുന്നു. അതിനെന്താണ് സംശയമുള്ളത്? അപ്പോൾ വൈകിട്ടില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇതിനകത്തൊരു യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ആരാണ്? സംയുക്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാവരും മീറ്റിംഗ് ഉണ്ടാകും. അതിൽ നേതാക്കന്മാരെല്ലാം വരുന്നു. അവരോട് കൃത്യമായിട്ട് സർക്കാർ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം സമയം കഴിഞ്ഞിട്ടില്ല എന്ന് ഇപ്പോഴും ടെൻഷൻ ആ സ്ഥലത്ത് നിന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അതിനിടയിൽ തന്നെ ഞങ്ങളോട് ഇക്കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറയുന്നത് എന്തിനാണ്? നോക്കൂ, ഈ പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യുമോ? പറയട്ടെ, ആർമി ഒഫീഷ്യൽസ് ആണ്.
പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യുമോ, ചെയ്യണ്ടേ? അതിന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ഇതിനകത്ത് Okay, right. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നങ്ങൾ എന്താ? ഇപ്പൊ ഗൗരവ് ഗൊഗോയ് ഇവരുടെ ലോക്സഭ ഉപനേതാവിനെ കുറിച്ചിട്ട് വലിയൊരു ആരോപണം ഉണ്ടാവുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പാകിസ്ഥാനിലും അതോടൊപ്പം അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പാകിസ്ഥാൻ പൗരത്വം എന്താണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് ഈ ഒരു ഓപ്പറേഷൻ സമയത്ത് എന്ത് പറയാനാണ്? പ്രതിപക്ഷ ഉപനേതാവാണ്. ഓക്കെ വസന്ത്, അതാണ് വസന്ത്, സമയമുണ്ടല്ലോ, ഇപ്പോഴും തീർന്നിട്ടില്ല. ഈ അതിർത്തിയിലെ പരിപൂർണമായിട്ട് സമാധാനമായി എന്ന് സേന പോലും കരുതുന്നില്ല. സമയമുണ്ടല്ലോ, അപ്പോഴേക്കും ഈ പ്രതികരണവും ആഞ്ഞടിക്കലുമായിട്ട് വരണോ എന്നുള്ളൊരു ചോദ്യമാണ് അതിനകത്തുള്ളത്. സമയമുണ്ടല്ലോ. അല്ല അപർണ, ഈ സമയത്തിന് ബീഹാറിൽ പോകാൻ സമയം ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി രാഷ്ട്രീയം പറയാൻ സമയം ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി നാലാമത്തെ ഘടു, കേന്ദ്ര പദ്ധതിയുടെ നാലാമത്തെ ഘടു ഉദ്ഘാടനം ചെയ്യാൻ സമയം ഉണ്ടായിരുന്നല്ലോ. ഇതിന്റെ ഇടയിൽ സർവകക്ഷി യോഗം എന്ന് പറയുമ്പോൾ കക്ഷി നേതാക്കളാണ് വരുന്നത്. സ്വാഭാവികമായും ബി ജെ പിയുടെ കക്ഷി നേതാവ് ആരാണ് എന്നത് ബി ജെ പി നേതാവിന് അറിയാമെങ്കിലും എന്ന് പറഞ്ഞാൽ കൊള്ളാം. ആ കക്ഷി നേതാവ് പങ്കെടുക്കാതെ എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസിഡൻഷ്യൽഷിപ്പിൽ നടത്തേണ്ട ഒരു യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനൊക്കെ ഇവർക്ക് സമയമുണ്ട്, ഇവർക്ക് രാഷ്ട്രീയം പറയാൻ സമയമുണ്ട്, ഇവർക്ക് രാഷ്ട്രീയം പറയുന്നത്, ഇവർക്ക് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാൻ സമയമുണ്ട്, ബി ജെ പി ഓഫീസുകളിലേക്ക് ചെല്ലാൻ സമയമുണ്ട്, വിളിക്കാത്ത പരിപാടിയിൽ കയറിയിരിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ അടക്കം സമയമുണ്ട്. അങ്ങനെയുള്ള സമയമൊക്കെ ഉള്ളപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ രാജ്യതാല്പര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതായാലും ആഭ്യന്തരമായിട്ട് ഉയരുന്ന ചർച്ചകൾക്കൊക്കെ അതൊക്കെ തുടങ്ങുകയാണ്. നാളെ മുതൽ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് പോയി വരുന്ന നിങ്ങളുടെ നേതാവ് തരുൺ ഗൊഗോയാണ് പറയേണ്ടത്. ആരോട് പറയാനാണിത്? ഏതായാലും സമയപരിമിതി കൊണ്ട് വീണ്ടും വരുന്നില്ല. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത്, ഇങ്ങനെ സീസ് ഫയർ വരുമ്പോഴും ഈ അഗ്രിമെന്റ് വരുമ്പോഴും പാകിസ്ഥാൻ തിരുത്തുമോ, ഇനിയെങ്കിലും പാഠം പഠിക്കുമോ എന്നുള്ളതിൽ ഭൂരിപക്ഷം പേരും അങ്ങനെ കരുതുന്നില്ല. ഇല്ല എന്ന് ഖേദകരമായി 75% പ്രേക്ഷകരും കരുതുന്നത് അതുണ്ടാവുകയില്ല എന്നാണ്. 23% പറയുന്നത്. ഏതായാലും രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉരുത്തിരിഞ്ഞു വരും, കൂടുതൽ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോഴും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ അത് ലോകരാഷ്ട്രത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന് കൃത്യമായ തെളിവുകൾ മുന്നിൽ നിർത്തി കൊണ്ടുകൂടിയാണ് ഇന്ത്യ ഈ കാര്യം ലോകത്തോട് പറയുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. വളരെയധികം സമയക്കുറവുകൊണ്ടാണ് വീണ്ടും പാനലിസ്റ്റുകൾ വരാൻ കഴിയുന്നത്. പൂർണ്ണമാകുന്നു.